തല്ലാൻ പറഞ്ഞ കൊന്നിട്ട് വരുന്നവനാ ഭരതൻ. എനിക്കറിയാവനെ, ഒരു കാലത്തും അവൻ നമ്മളെ ഒറ്റ കൊടുക്കില്ല. പഴയതിലും കരുത്തനായവൻ തിരിച്ചു വരും. പിന്നെ റിവോൾവറങ്ങ് കൈ കൊടുത്താൽ മതി. ജയേട്ടൻ വന്നില്ല, ഈ കല്യാണം നടക്കില്ല. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ മോളെ? ഇനി ജീവിതത്തിൽ ഒരിക്കലും മായയ്ക്ക് ഞാൻ സ്വൈര്യം കൊടുക്കില്ല. അവളുടെ കണ്ണീര് തോരാൻ ഞാൻ അനുവദിക്കില്ല. ഒരു വട്ടമെങ്കിലും എനിക്ക് അവരുടെ മുന്നിൽ ജയിക്കണം. ജയിച്ചേ പറ്റൂ. ഇനി അതിനു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. കല്യാണക്കത്തും അടിച്ച് നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ച് കാവില് കല്യാണ ചെറുക്കാൻ വരുമെന്ന് കരുതി കാത്തിരിക്കുന്ന ഒരു പെണ്ണിനെ സിനിമയിലും സീരിയലിലും ഒക്കെ ധാരാളം കണ്ടിട്ടുണ്ടാവും. പക്ഷെ താലി കെട്ടാൻ നേരത്ത് ജയേട്ടൻ വരില്ലാന്നറിഞ്ഞ് കരയാൻ പോലും കഴിയാതെ തളർന്നു നിന്നു പോയൊരു പെണ്ണിനെ നീ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ എനിക്കറിയാം, നിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഒരിക്കലും ജയേട്ടൻ എനിക്ക് കിട്ടില്ല. അതെന്റെ തെറ്റല്ലല്ലോ യമുനെ. തെറ്റും ശരിയൊന്നും എനിക്കറിയില്ല. ഒന്നുകിൽ നീ ഒരു വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ എന്നേക്കുമായി നീ എനിക്ക് വഴിയൊഴിഞ്ഞു തരണം. ജയേട്ടനില്ലാതെ എന്റെ ജീവിതം പൂർണ്ണമാവില്ല. ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു ഓർമ്മയായിട്ട് പോലും നീ വരരുത്. അച്ഛൻ എവിടെ പോയത് അമ്മേ? ആർക്കറിയാം, ഇപ്പം വരവും പോക്കൊന്നും ആരും അറിയുന്നില്ലല്ലോ. യശോദേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടരുത്. കാര്യം എന്താണെന്ന് ആദ്യം പറ. ദേഷ്യപ്പെടണോന്ന് അത് കേട്ട് കഴിഞ്ഞിട്ട് പറയാം. അച്ഛന് പറയാനുള്ളത് ജയേട്ടന്റെ കാര്യമാവും. അതെ, ജയകൃഷ്ണന്റെ കാര്യം തന്നെ. എന്താ അവന്റെ കാര്യം ഈ വീട്ടിൽ ആരും പറയാൻ പാടില്ലേ? പാടില്ല. നീ വെറുതെ വാശി പിടിക്കല്ലേ യശോദേ. അവനും നമ്മുടെ മോൻ തന്നെയാ. ആണോ? അയ്യോ, അതെനിക്ക് പുതിയ അറിവാണല്ലോ. കാര്യം പറയുമ്പോ പരിഹസിക്കരുത് യശോദേ. നീ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുന്നത് ഈ വീട്ടിലൊരു വഴക്കുണ്ടാകരുതെന്ന് കരുതിയിട്ടാ. ഓ, അങ്ങനെയായിരുന്നു. അതും എനിക്കൊരു പുതിയ അറിവാ. അച്ഛൻ പറയുന്നത് ഇത്രയും നാളും അമ്മയാണ് ഈ വീട് ഭരിച്ചിരുന്നതെന്നല്ലേ? സത്യം തന്നെയാ. അതുകൊണ്ടാ ഞങ്ങൾ അല്ലല്ലറിയാതെ വളർന്നു വന്നത്. കണ്ടില്ലേ, കൂടുതൽ സ്നേഹവും സ്വാതന്ത്ര്യവും കൊടുത്ത് വലുതാക്കിയ മകന്റെ വിശ്വരൂപം. അമ്മ പണ്ടേ പറഞ്ഞിട്ടില്ലേ ജയേട്ടനെ വളർത്തി വഷളാക്കരുതെന്ന്. അതുകൊണ്ട് എന്തു പറ്റി? ആകാശം ഇടിഞ്ഞു വീണോ ഇപ്പോ? എത്ര നിസ്സാരമായിട്ടാ പറയുന്നത്. ജയൻ യമുനയുടെ കഴുത്തി താലി കെട്ടിയില്ലെങ്കിലും അവനൊരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ആ പാവം പെണ്ണ് ഇനി 4 ആളുടെ മുഖത്ത് എങ്ങനെ നോക്കും? കളിയാക്കി ചിരിക്കില്ലേ? യമുനേട്ടത്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ? വേറെ ഏത് പെണ്ണായാലും ആ നിമിഷം ജീവിതം അവസാനിപ്പിച്ചേനെ. രണ്ടുപേരും കൂടി കടിച്ചു തിന്നാൻ വരണ്ട. ജയകൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവൻ മായെ കല്യാണം കഴിച്ചില്ലല്ലോ. അതിന്റെ അർത്ഥം നിന്നെ പൂർണ്ണമായും ധിക്കരിച്ചില്ല എന്നല്ലേ? ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ ക്ഷണിച്ചിട്ട് അവരുടെ കാല് പിടിച്ച് കരയേണ്ടി വന്നില്ല അമ്മായിക്ക്. താലി കെട്ടാൻ നേരത്ത് ചെറുക്കം വന്നില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചെറുക്കാൻ പറ്റുമോ? അച്ഛൻ ജയേട്ടനെ ന്യായീകരിക്കണ്ട. ഏട്ടൻ യമുനേട്ടത്തിയോട് ചെയ്തത് ചതി തന്നെയാ, കൊടും ചതി. കല്യാണത്തിന് മുമ്പ് അവൻ പോയി കണ്ടതാ ഏടത്തി യമുനെ. അപ്പോഴവന് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ താലി കെട്ടാൻ കാവിൽ വരില്ലെന്ന്? പറഞ്ഞോ? മരിക്കൂന്ന് പറഞ്ഞ് പേടിപ്പിച്ചില്ല അമ്മ. എന്നിട്ടും പറഞ്ഞു ഒരു വാക്ക് കാവിൽ വരില്ലെന്ന്. ഒടുവിൽ മുഹൂർത്തമായപ്പോ ആരും അറിയാതെ നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ അവന് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ നമുക്ക്? ഫോട്ടോയിൽ മാല ഇട്ട് വെച്ചാൽ നീ പറയുന്നത് പോലെ അവൻ ജീവിച്ചിരിപ്പില്ലാന്ന് ആരും ചിന്തിക്കില്ല. നൊന്തു പ്രസവിച്ചൊരമ്മയ്ക്ക് ഇങ്ങനെ ഇത്രയ്ക്ക് തരംതാണ രീതിയിൽ പ്രതികരിക്കാൻ പറ്റുമോ എന്നേ നാട്ടുകാർ ചോദിക്കൂ. ഇപ്പോഴും ചോദിക്കുന്നുണ്ട് നാട്ടുകാര്. യമുനേട്ടത്തെ കാവിൽ വിളിച്ചു വരുത്തി ജയകൃഷ്ണൻ എന്തിനാ അപമാനിച്ചെന്ന് മറുപടി ഉണ്ടോ പറയാൻ? ശരിക്ക് ചോദിക്കടി. മകനെ ന്യായീകരിക്കാൻ വന്നിരിക്കല്ലേ? ബാക്കിയുള്ളവർ അനുഭവിച്ച യാതനയൊന്നും നിന്റെ അച്ഛന് പ്രശ്നമല്ല. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി ആ നെറികെട്ടവൻ. കാണുന്നവരൊക്കെ മുഖത്ത് നോക്കി വെറുതെ ചിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ഈ യശോദയ്ക്ക് അപ്പം മനസ്സിലാവും. ചിരിക്കുന്നവരുടെ കരണം പോയ്ക്കാൻ അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ ചെയ്താൽ അവര് ചോദിക്കും, മകൻ ചെയ്ത തെറ്റിന് നാട്ടുകാരുടെ മെക്കിട്ട് കയറുന്ന എന്തിനാന്ന്. തൽക്കാലം ഈ നാട്ടിലെ സകല ചെറ്റുകളോടും ക്ഷമിക്കുക യശോദ. എന്നാലും ജയകൃഷ്ണനെ ഒന്ന് അന്വേഷിക്കണ്ടേ യശോദേ? അന്വേഷിക്കാൻ ഒന്നുമില്ല, ആ ഹർഷന്റെ വീട്ടിലുണ്ടാവും. ഹർഷൻ, ആ പേര് കേട്ട പെരുവെല്ലിന്ന് വലിയ ഇളകും എനിക്ക്. അവൻ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി പറയണ്ട. പറയാതിരിക്കാൻ പറ്റുമോ? നെഞ്ചിനകത്തേക്ക് അവൻ തീ കോരിയിട്ടത് അതിപ്പോഴും അവിടെ കിടന്ന് കത്തുന്നുണ്ട്. നമുക്ക് ഏതായാലും അമ്മായിയെ പോയൊന്ന് കാണണം. കാവിൽ അമ്മ വരാത്തതിന്റെ പരിഭവം രണ്ടുപേർക്കുണ്ട്.
എനിക്കറിയാം പോകേണ്ടതായിരുന്നു. പക്ഷേ പോയിട്ട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ ഞാൻ? എന്തു പറയും? മകൻ ഒളിച്ചു പോയതുകൊണ്ട് കല്യാണം നടക്കില്ലെന്നോ? ഒരുപാട് മോഹിപ്പിച്ചതാ ഞാൻ അവളെ. അതേ ഞാൻ തന്നെ പോയി പറയണ്ടേ ജയൻ ചതിച്ചു എന്ന്? എന്നാലും നമുക്കവിടെ പോണം. അമ്മായി യമുനേട്ടത്തെയും കാണണം. നമ്മള് കുറ്റക്കാരില്ലെന്ന് അവർക്കറിയാലോ. എന്നാലും അവളുടെ നിറഞ്ഞ കണ്ണ് കാണുമ്പോ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും ഞാൻ? ഏട്ടത്തിയോട് എന്തു പറയും? ഭഗവതി നിർത്ത് നിർത്ത്, എനിക്ക് അവളോട് കണ്ട് സംസാരിക്കാനുണ്ട്. എടീ, നിക്കടി. ഇപ്പൊ റൂട്ട് ക്ലിയർ ആണല്ലോ. കണ്ണും കലാശം കാട്ടി ആണുങ്ങളെ കറക്കിയെടുക്കാൻ ബഹുമിടിക്കല്ലേ മായക്കുട്ടി? നാവീന്ന് നല്ലതൊന്നും വരില്ലേ നിങ്ങക്ക്? വലിയ വീട്ടിലെ യശോദയ്ക്ക് നീ പുതിയതായിട്ടൊന്നും പറഞ്ഞു തരണ്ട. എന്തു പറയണമെന്നും എങ്ങനെ പറയണമെന്നും ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ ഒട്ടും സമയമില്ല. വീട്ടിൽ പിടിപ്പത് പണിയുണ്ട്. എന്തിനാണ് കാണാൻ വന്നതെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു തന്നാൽ അത്രയും ഉപകാരം. ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്കറിയില്ലല്ലേ? മതിയാക്കിക്കോ ഈ നാടകം. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. മായയുടെ കല്യാണം പിച്ചെടുത്ത് നടത്തണോന്ന് പറഞ്ഞ അന്ന് തന്നെ മറന്നതാ ഈ വൃത്തികെട്ട മുഖം. നീ എന്റെ ഒരു മുഖം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ? ഇനിയുണ്ട് ഒരുപാട് മുഖം. നിങ്ങൾക്കിപ്പൊ എന്താ വേണ്ടത്? വേണ്ടതൊക്കെ തരുമോ നീ? എന്നാ എന്റെ മോനെ ഇങ്ങതാ. മോനോ? മോൻ ജയകൃഷ്ണൻ. അവള് മയക്കെടുത്ത് ഒപ്പം കൊണ്ടു നടക്കല്ലേ അവനെ. അവള് പറഞ്ഞിട്ടല്ലേ ജയകൃഷ്ണൻ യമുനയായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെച്ചത്. അവളൊപ്പം നടന്ന് ശൃംഗരിച്ചിട്ടല്ലേ ജയകൃഷ്ണൻ എന്നെ പോലും ഉപേക്ഷിച്ചത്. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകളാ. മായ ഒരിക്കലും ജയകൃഷ്ണനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അവൻ അവളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. കുറ്റം നിങ്ങളുടെ മകന്റെയാ. അവന് നല്ലത് പറഞ്ഞു കൊടുത്ത് നേരെ ചൊവ്വയെ വളർത്തണമായിരുന്നു. അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കാൻ പഠിപ്പിക്കണമായിരുന്നു. ഇനിയിപ്പൊ കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നീ അഹങ്കരിക്കണ്ട. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം ജയൻ മായയുടെ കഴുത്തി താലി കെട്ടില്ല. ഒരിക്കലും ജയകൃഷ്ണനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അവൻ അവളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. കുറ്റം നിങ്ങളുടെ മകന്റെയാ. അവന് നല്ലത് പറഞ്ഞു കൊടുത്ത് നേരെ ചൊവ്വയെ വളർത്തണമായിരുന്നു. അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കാൻ പഠിപ്പിക്കണമായിരുന്നു. ഇനിയിപ്പൊ കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നീ അഹങ്കരിക്കണ്ട. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം ജയൻ മായയുടെ കഴുത്തി താലി കെട്ടില്ല. ഞങ്ങൾക്ക് അവന് വേണ്ടെന്ന് എത്ര വട്ടം പറഞ്ഞതാ. ഇപ്പൊ മായയുടെ കല്യാണം മുടക്കാൻ നടക്കുക അവൻ, അറിയാമോ? നിങ്ങൾ നല്ലൊരു അമ്മയായിരുന്നെങ്കിൽ ജയകൃഷ്ണനോട് പണ്ടേ പറഞ്ഞേനെ. ഇഷ്ടമില്ലാന്ന് പറയുന്ന പെണ്ണിനെ മറന്നിട്ട് അവനെ സ്നേഹിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ. അത് പറയാൻ കഴിയാത്തതേ നിങ്ങൾ നല്ലൊരു അമ്മ അല്ലാത്തത് കൊണ്ടാ. സമ്മതിച്ചു, ഞാൻ നല്ലൊരു അമ്മയല്ല. പക്ഷേ നീ അമ്മയെ പോലാണ് മായക്കെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം അവളോട്. പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്ന ആരാണെങ്കിലും കവളടച്ചു കൊടുത്തേക്കണോന്നോ. പെണ്ണിന്റെ തല്ലുകൊണ്ടാലെങ്കിലും ജയം നേരെയാവോ നോക്കാനാ. നിങ്ങൾ ആദ്യം പറഞ്ഞു കുഴപ്പം എന്റെ മായയുടേതാണ്. ഇപ്പൊ സമ്മതിച്ചല്ലോ സത്യം. നന്നായി. ഇതാദ്യമേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മോൻ കൈവിട്ടു പോയില്ലായിരുന്നു. അല്പം താഴ്ന്നപ്പം തലേ ചവിട്ടി കേറണ്ട. കുഴപ്പം എന്റെ മോന്റെ ആണെങ്കിലും മായയെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്കൊന്നേ പറയാനുള്ളൂ. അവനറിയാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ മായയുടെ കല്യാണം നടത്തണം. അത് ഇവിടെ വെച്ച് തന്നെ വേണമെന്നില്ലല്ലോ. ദൂരെ എവിടോട്ടെങ്കിലും പൊയ്ക്കൂടെ? ജയകൃഷ്ണന്റെ കണ്ണെത്താത്തടത്ത്. അത് നിങ്ങൾക്കും ആയിക്കൂടെ? എനിക്കൊന്നേ പറയാനുള്ളൂ. യമുനയെ ജയകൃഷ്ണൻ കല്യാണം കഴിച്ചേ തീരൂ. അതെന്റെ മോഹമല്ല, വാശിയാണ്. ഇടയിൽ ആര് വന്നാലും നമ്മൾ ആരും ഇഷ്ടപ്പെടാത്ത സംഭവിക്കും. മനഃപൂർവ്വം അല്ല ശാരദേ, ചെയ്യേണ്ടി വരും എനിക്ക്. മോൻ ചത്തുപോയെന്നും പറഞ്ഞ് ഫോട്ടോയിൽ മാല ചാർത്തിയ വലിയ വീട്ടിലെ യശോദയ്ക്ക് ആരോടും കരുണ കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ മനസ്സിന് മാത്രമേ തീപിടിച്ചിട്ടുള്ളൂ. ജയകൃഷ്ണൻ മായയെ കല്യാണം കഴിച്ചു എന്നങ്ങനെ കേട്ടാ പിന്നെ യശോദയുടെ വേറൊരു മുഖം നിങ്ങളെല്ലാരും കാണേണ്ടി വരും. വണ്ടി എടുക്കും മനുഷ്യ. എല്ലാം കേട്ട് കഴിഞ്ഞു. അമ്മായി
കല്യാണം നടക്കില്ലെന്ന് ജയൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ എന്റെ കൂട്ടി സമ്മതിച്ചല്ലേ ഇനി അവൻ ശല്യപ്പെടുത്താൻ വരില്ലെന്ന്. ഇഷ്ടമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചുകൂടായിരുന്നു അവന്. എന്തിനാ യശോദ എന്റെ മോളെ അവനിങ്ങനെ ചതിച്ചത്? എങ്ങനെയാ ഇടത്തെ സമാധാനിപ്പിക്കേണ്ടെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഏടത്തേക്ക് സമാധാനിക്കാനും ആവില്ല. ജയൻ എന്നെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ. ഞാൻ ഉറപ്പ് കൊടുത്തോണ്ടാ യമുന അവനെ കല്യാണം കഴിക്കാമെന്ന് വീണ്ടും സമ്മതിച്ചത്. അവളെ വലിയ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അത്രയ്ക്കും ധൃതിയായിരുന്നു എനിക്ക്. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു. ആ തെറ്റിന് ഒരു കാലത്ത് ഞാൻ ജയേഷിന് മാപ്പ് കൊടുക്കില്ല. ഇനി എനിക്ക് അങ്ങനെ ഒരു മകനില്ലേ എടുത്തി. യമുനേട്ടത്തി എവിടെ? ഞാൻ അവളെ തറവാട്ടിലേക്ക് പറഞ്ഞയച്ചു. ആശ്വസിപ്പിക്കാൻ വരുന്നവരെ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ എന്നെ തനിച്ചാക്കിയിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് കരുതി എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന പരിഹസിക്കുന്നവരുടെ നാവിന് മൂർച്ച കൂടും. ആളുകൾ എന്തു വേണേലും പറഞ്ഞോട്ടെ, നമുക്ക് അവരെ തടയാൻ പറ്റുമോ? ജയേട്ടനെ കൊണ്ട് തന്നെ യമുനേട്ടത്തിയുടെ കഴുത്തി താലി കെട്ടിച്ച ഉണ്ടായ നാണക്കേട് ഇല്ലാണ്ടാവും. കല്യാണം ആർഭാടമായിട്ട് നടത്തിയേ മതി. അങ്ങനെ ഒരു മകനില്ലെന്ന് നാട്ടുകാരുടെ മുഴുവൻ പറഞ്ഞിട്ട് ചങ്കുറ്റത്തോടെ ഇപ്പോഴും ജീവിക്കുക ഞാൻ വലിയ വീട്ടിൽ. നാട്ടുകാരെന്ത് പറഞ്ഞാലും പഴയതുപോലെ അഹങ്കാരത്തോടെ ഇറങ്ങി നടക്കും യശോദ. എന്നാലും ജയകൃഷ്ണനോട് അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു യശോദേ. എന്തൊക്കെയായാലും അവൻ നിന്റെ മകനല്ലേ? ജയേട്ടന്റെ ഫോട്ടോയിൽ മാല ചാർത്തിയ അമ്മ അന്ന് തന്നെ. വേണ്ടായിരുന്നു യശോദേ. വലിയ വീട്ടിൽ യശോദ ഒരു കാര്യം തീരുമാനിച്ചതാ. ഇനി അതിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ ജയകൃഷ്ണൻ വന്നെന്റെ കാല് പിടിക്കണം. യമുനെ കല്യാണം കഴിച്ചോളാന്ന് പറയണം. അങ്ങനെ അവൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ യശോദയ്ക്ക് 2 മക്കളെ ഉള്ളൂ. ഇവളും വസുന്ധരയും മാത്രം. ഒരുപാട് പേര് ചത്തുപോകുന്നില്ലേ ദിവസവും? ഒരാഴ്ച കഴിയുമ്പോൾ അതൊക്കെ മറക്കാൻ പറ്റുന്നില്ലേ ബന്ധുക്കൾക്ക്? അതുപോലെ ഞാനും കരുതും ശരിക്കും പടി കടച്ച് പിണ്ടം വെക്കും. നീ സമാധാനമായിട്ടിരിക്കുക യശോദ. 3-4 ദിവസം കഴിയുമ്പോൾ അവൻ വരും. നീ ആഗ്രഹിച്ച പോലെ എല്ലാം സംഭവിക്കും. യമുനയോട് പറയണം ഈ അമ്മായിക്ക് മാപ്പ് തരാം. തറവാട്ടിൽ നിന്ന് അവള് വരുമ്പം ഏടത്തി വരണം അവളെയും കൂട്ടി വലിയ വീട്ടിലേക്ക്. ഈശ്വരൻ സൃഷ്ടിക്കാതിരുന്നെങ്കിൽ യമുന ഇപ്പോൾ നിന്നോടൊപ്പം അവിടെ ഉണ്ടാകുമായിരുന്നല്ലോ. ഇനി ഈശ്വരൻ അനുഗ്രഹിക്കും. നമ്മളൊക്കെ ആഗ്രഹിച്ചത് നടക്കും. അമ്മായി ഇനി എപ്പോഴും കരഞ്ഞോണ്ടിരിക്കരുത്. തളരില്ലേ ഏടത്തിയാണ് യമുനയ്ക്ക് ധൈര്യം കൊടുക്കേണ്ടത്. ഞാനും ശോഭയും കൂടെയുണ്ട്. ഇടയ്ക്ക് ഇങ്ങോട്ട് വരാം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. എങ്ങനെ ഉണ്ടറാ പുതിയ അവതാരം? ഇത് അവതാരമല്ല, പുതിയ ജന്മമാണ്. ഭാഷ പോലും മാറിപ്പോയല്ലോ ഭരത. അറിയാൻ ചെറിയൊരു കൗതുകം. എങ്ങനെ സംഭവിച്ചു ഈ മാനസാന്തരം? ഭാരതം വരുമെന്നും നാട് വിറപ്പിക്കുമെന്നും നന്ദിനെ അവസാനിപ്പിക്കുമെന്നൊക്കെ ഈ നാട്ടുകാരോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതിനെ തിരിച്ചെടുക്കാൻ വയ്യ. വീണ്ടും വിളിക്കാം ഞാൻ. വരണം നീ. പറയാനുള്ളതൊക്കെ വീട്ടിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി പുതിയതായിട്ടൊന്നും എനിക്ക് പറയാനില്ല. യാത്ര പറഞ്ഞ് പിരിഞ്ഞതാണ് നമ്മൾ. ഇനി എന്നെ തേടി വരരുത്. നിന്നെ ഈ നാട്ടുകാർ ഒരിക്കലും അംഗീകരിക്കല്ലോ ഭരത. അവരുടെ കണ്ണിൽ നീ ഇപ്പോഴും ഗുണ്ട തന്നെയാ. ഇതിനകം നീ മനസ്സിലാക്കിയിട്ടുണ്ടാവും ആ സത്യം. ആരും നിന്നെ അടുപ്പിക്കില്ല. എവിടെ നിനക്ക് ജോലിയും കിട്ടില്ല. പണ്ട് നീ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ട് ഇവിടെയുള്ളവരുടെ കാതുകളിൽ. ഈ നാട്ടിലെ ഓരോ മണൽത്തിരിക്കും നിന്നെ പേടിയാണ് ഭരത. എന്നാലും ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആയുധം എടുക്കില്ല. ഞാൻ കാരണം ഈ നാട്ടിൽ ആരും മരിക്കില്ല. നീ കൊന്നവരുടെ ബന്ധുക്കൾ, കാലും കൈയും അറുത്തുമാറ്റിയവരുടെ സുഹൃത്തുക്കൾ, നശിപ്പിച്ച സ്ത്രീകളുടെ സഹോദരന്മാർ,
എല്ലാവരും ചേർന്ന് നിന്നെ ഒരു പത്മവ്യൂഹത്തിലാക്കും. നീ മനസ്സ് മാറി നല്ലവനായെന്ന് അറിയുന്ന നിമിഷം നിന്നെ ജീവനോടെ കത്തിക്കാൻ ശത്രുക്കൾ മത്സരിക്കും. എത്ര ശ്രമിച്ചാലും ഈ നാട്ടിൽ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ നിനക്ക് പറ്റില്ല ഭരത. അങ്ങനെ ഒരു അന്ത്യം എന്നെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതനുഭവിക്കാൻ ഞാൻ ഒരുക്കും. വിഡ്ഢിത്തം പറയരുത്. നിന്റെ ജീവിതം അങ്ങനെ ഒടുങ്ങാനുള്ളതല്ല. എനിക്ക് അവകാശപ്പെട്ട നിന്റെ ജീവൻ അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? കൂടുതലൊന്നും ആലോചിക്കണ്ട. മനസ്സ് മാറിയെന്ന് പറയാതെ പഴയ ഭരതനാണെന്ന് പറയടാ. അപ്പ കാണാ ഈ നാടിന്റെ നടുക്കം. ഞാൻ തിരിച്ചു വന്നത് നാടിന്റെ നടുക്കം കാണാനോ നിലവിളി കേൾക്കാനോ അല്ല. ഇനി എനിക്ക് വേണ്ടത് ശാന്തിയും സമാധാനവും. എന്നാ ഈ വേഷത്തിലല്ല നടക്കേണ്ടത്. കാഷായ വസ്ത്രം കൊടുക്കണം, ഈശ്വരന്റെ പേര് പറഞ്ഞ് പിച്ച തണ്ടണം. ഇനി ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഇനി ഒരു തിരിച്ചു പോക്കില്ല, മരിക്കേണ്ടി വന്നാലും. അധോലോകത്തിന് മാത്രമായിട്ടൊരു നീതിയുണ്ട്. പണ്ട് നിനക്കത് അറിയായിരുന്നു. മനസ്സ് മാറിയ കൂട്ടത്തിൽ അതും മാഞ്ഞുപോയി കിടന്നു. എന്നാലും പറഞ്ഞു തരാം. ഒറ്റിക്കുടക്കുന്നവരോടും സ്വയം പിരിഞ്ഞു പോകുന്നവരോടും നമ്മൾ ഒരിക്കലും ക്ഷമിച്ചിട്ടില്ല. അന്ന് നീതി നടപ്പാക്കിയിരുന്നത് നീയായിരുന്നു. ഇപ്പോ നീ നിൽക്കുന്നത് നീതി നടപ്പാക്കാനല്ല, കുറ്റവാളിയായിട്ടാ. കൊന്നോട്ടെ ഞാൻ നിന്നെ. മരിക്കാൻ എനിക്ക് പേടിയില്ല മുതലാളി. പക്ഷെ ഞാനിപ്പോ പിരിഞ്ഞു പോകുന്നത് നിങ്ങളെ ഒറ്റുകൊടുക്കാനല്ല, എനിക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. പണ്ട് നല്ലവനാകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരും പിരിഞ്ഞു പോയിട്ടില്ല. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഭരത. നിന്നെ കൊല്ലരുതെന്നല്ലേ? കൊല്ലുന്നില്ല. പക്ഷെ ഞാൻ കാത്തിരിക്കും. എന്റെ ബംഗ്ലാവിന്റെ മുറ്റത്ത് നിന്റെ കനത്ത കാലടി വെച്ച അപ്പൊ നീ ഓർക്കേണ്ടത് എന്റെ വാസന്തി. അവളാണല്ലോ മേലാകെ ചോര പടർന്ന ആകെ വൃത്തികേടായ പേടി കൊണ്ട് അടിമുടി ഉറയ്ക്കുന്ന ഒരു 7 വയസ്സുകാരൻ ചെക്കനെ എന്റെ മുന്നിലേക്ക് ഇട്ടുതന്നതല്ല, അവളുടെ നെഞ്ചിന്ന് വലിച്ച് പറിച്ചെടുത്തതാ. പിന്നെ താരാട്ടിന് പകരം നീ കേട്ടത് നിലവിളികളാ. കളിപ്പാട്ടങ്ങൾക്ക് പകരം നീ കണ്ടത് തോക്കും വടിവാളും വാക്കത്തിയും ഒക്കെ. നീ കരഞ്ഞപ്പോ ശവങ്ങളാ ഞാൻ കാട്ടിത്തന്നത്. നിന്നെ മകനെ പോലെ സ്നേഹിച്ചതിനാ വാസന്തി ഞാൻ ചവിട്ടിക്കൊന്നത്. പിന്നെ വന്നതാ വാസന്തിയുടെ കൂട്ടുകാരി ഭാനുമതി. നിന്നെ സ്നേഹിച്ചതിന് എന്നെങ്കിലും ഒരിക്കൽ അവളെയും കൊല്ലും ഞാൻ. എനിക്ക് നിന്നെ വേണ്ടത് മകനായിട്ടല്ല, ഇരട്ടച്ചങ്കുള്ള ഭരതനായിട്ടാണ്. എനിക്ക് നിന്നെ വേണ്ടത് മകനായിട്ടല്ല, ഇരട്ടച്ചങ്കുള്ള ഭരതനായിട്ടാണ്. 8 വർഷം കാത്തിരുന്നില്ലേ? ഇനിയും കാത്തിരിക്കാം. ഈ നാട്ടുകാർ നിന്നെ തള്ളി പറയുന്നതല്ല. എങ്കിൽ മരണം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. മരണത്തിനപ്പുറം വേറൊരു ജീവിതം ഉണ്ടെങ്കിൽ അവിടെയും കാത്തിരിക്കാം. ഭരതൻ നിങ്ങളെ തേടി ഒരിക്കലും വരില്ല മുതലാളി. നമുക്ക് കാണാം. അറിയണ്ടേ ഭരതന്റെ പുതിയ വിശേഷങ്ങള്? പിന്നെയും പോയി വിളിച്ചു അല്ലേ? വിളിച്ചു, ഇനിയും വിളിക്കും. കൂടെ വരാമെന്ന് പറയുന്നവരെ ആദ്യം സോഫ്റ്റ് ആയിട്ട്, പിന്നെ മേലും നോവുന്ന വിധത്തിൽ, ഒടുവിൽ 3-ാം മുറ. എന്ത് വില കൊടുത്താലും വേണ്ടില്ല, ഒപ്പം ഉണ്ടാവണവൻ. അല്ലെങ്കിൽ വിശ്വംഭരന്റെ വാക്കുകൾക്ക് ഈ നാട്ടിൽ യാതൊരു വിലയും ഇല്ലാണ്ടാവും. കൊല്ലും കൊലയും നടത്തി ജീവിച്ചവർക്ക് ഈശ്വരനൊടുവിൽ വലിയൊരു ശിക്ഷ കാത്തുവച്ചിട്ടുണ്ടാവും. അത് വിധിയാണ് വിശ്വേട്ട, അനുഭവിച്ചേ പറ്റൂ. അത്ര എളുപ്പം ആ വിധി അനുഭവിക്കാൻ എനിക്ക് മനസ്സില്ല ഭാനുമതി. ഭരതൻ വരുമെന്ന് കരുതി ചിലരെയൊക്കെ ബാക്കി വെച്ചിരുന്നു ഞാൻ. അന്നേ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ചില കണക്കുകളെങ്കിലും തീരുമായിരുന്നു. ഇപ്പൊ എന്റെ തോൽവി ആഘോഷിച്ചുകൊണ്ട് നന്ദിനിയും ചന്ദ്രശേഖരനും ബാംഗ്ലൂരിൽ സുഖവാസം നടത്തുന്നുണ്ടാവും. വിശ്വംഭരന്റെ ജൈത്രയാത്രയ്ക്ക് കടിഞ്ഞാനിട്ടത് ഇത്രയും നാൾ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചവൻ ഭരതൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭാനുമതി. അവൻ എങ്ങനെ വിട്ടുപോയി? സാക്ഷി പറഞ്ഞവനെ കുടുംബത്തെ ജീവനോടെ കത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ആരെയും കൂസാതെ ജയിലിലേക്ക് പോയ എന്റെ ഭരതൻ അവനിപ്പോ പറയാ ഭാനുമതി, മനുഷ്യനായെന്ന്, ആരെയും കൊല്ലാൻ പറ്റില്ല. എനിക്ക് ഉറപ്പുണ്ട് വിശ്വേട്ട, ഇനി അവനെ നിങ്ങൾക്ക് കിട്ടില്ല.
ഒരു കാലത്തും കിട്ടില്ല. അവന്റെ കണ്ണുകൾ എനിക്കത് പറഞ്ഞു തന്നു. പറയരുത്. ഭാരതൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് മാത്രം ആരും എന്നോട് പറയരുത്. അവൻ പറഞ്ഞിട്ട് പോയത് മറക്കണ്ട. എനിക്കെന്തെങ്കിലും സംഭവിച്ച അപ്പോഴൊരിക്കൽ കൂടി ഭരതൻ ഈ ബംഗ്ലാവിലേക്ക് വരും. അതെന്തിനാണെന്ന് ഞാൻ ഇനിയും വിശ്വേട്ടന് പറഞ്ഞു തരണോ? വേണ്ട. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നത് എന്നെ കൊല്ലാനായിരിക്കും. അതും അവനെ പഠിപ്പിച്ചത് ഞാനാ ഭാരതി. കടപ്പാടിന്റെ കണക്കുകൾ തീർക്കാൻ എനിക്ക് ഒരേ ഒരു ബുള്ളറ്റ് മതി. പക്ഷേ അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ലോ അവനെ. പേടി തോന്നുന്നുണ്ടോ വിശ്വേട്ട? വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ കൂട്ടക്കൊല ഇപ്പോഴും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? വാസന്തി എന്നോട് പറഞ്ഞു തന്നിരുന്നു അന്ന് അവിടെ നടന്നതെല്ലാം. അതൊക്കെ മനസ്സിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടാനുള്ള കഥകൾ. ഒന്നും പുറത്തെടുക്കരുത്. എന്നെങ്കിലും ഭരതൻ അറിഞ്ഞാലോ വിശ്വേട്ട അവന്റെ അച്ഛനെയും അമ്മയെയും കൊന്നത് വിശ്വേട്ടനാണെന്ന്? അതറിയാവുന്ന ഒരേ ഒരാൾ നീ മാത്രമല്ലേ ഭാനുമതി. നീ പറയുമോ ഏറ്റവും വിലപ്പെട്ട രഹസ്യം? പറയില്ല. പറയാൻ പാടില്ല. പറഞ്ഞാൽ അന്ന് നീ ജീവനോടെ കത്തും, കത്തിക്കും. അറിയാം വിശ്വേട്ട, വിശ്വസിച്ചോളൂ. ഭാനുമതി പറഞ്ഞ രഹസ്യം ഭരതൻ അറിയില്ല. മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, അറിഞ്ഞ നിങ്ങൾ ബാക്കിയുണ്ടാവില്ല, അതുകൊണ്ട്. അന്നൊരു പെൺകുഞ്ഞുകൂടി ഉണ്ടായിരുന്നല്ലോ അവിടെ. മരിച്ചുപോയെന്ന വാസന്തി പറഞ്ഞത്. പറയ് ഭാനുമതി, ഓർക്കാപ്പുറത്ത് തീപ്പന്തം പോലൊരു പെണ്ണ് ഓടി വരുമോ അച്ഛൻ്റെ അമ്മയുടെ കൊലപാതകയെ തേടി? ആ കുഞ്ഞു മരിച്ചുപോയിന്ന് വാസന്തി പറഞ്ഞത്. ഓ, രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു ആന്റി ക്ലൈമാക്സ് ഇല്ല. എന്നാലും ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം ഭാനുമതി. ആരും അറിയാത്ത വലിയൊരു രഹസ്യം നമ്മൾ രണ്ടുപേരും മനസ്സിൽ കാത്തുവെച്ചു. മരണം വരെ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തിനാ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്? മറ്റാരും കേൾക്കാതെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ? പറയണോ അതോ പറയാതിരിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഇത്രയും കാലം. ഒടുവിൽ പറയണമെന്ന് തന്നെ തോന്നി. അതാ ഇവിടെ വരാൻ പറഞ്ഞത്. എന്തായാലും പറഞ്ഞോളൂ. എങ്ങനെ തുടങ്ങണമെന്ന് ഇനിയും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ആരും അറിയാതെ മരണം വരെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാനുള്ള വലിയൊരു സത്യവ. ഇനിയും കാത്തിരുന്ന എനിക്കത് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പേടി കൊണ്ട് തന്നെയാ ഇപ്പൊ പറയുന്നത്. പറഞ്ഞോളൂ. മായ ഭരതന്റെ അനിയത്തിയാ. നിങ്ങൾ എന്താ പറഞ്ഞത്? അവർ രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളാ. ഈശ്വര. വിശ്വേട്ടന്റെ ആദ്യ ഭാര്യയായ വാസന്തിക്ക് ഈ സത്യം അറിയാമായിരുന്നു. അവര് ഇക്കാര്യം എന്നോട് പറഞ്ഞത്. അതിന്റെ ഭാരവും പേറി ഇക്കാലം അത്രയും ഞാൻ ജീവിച്ചു. ഞെട്ടിപ്പിക്കുന്ന ആ സത്യം ഇപ്പോഴെന്തിനാ തുറന്നു പറഞ്ഞെന്നല്ലേ? ഭരതനോടൊപ്പമുണ്ടായിരുന്ന ആ പെൺകുഞ്ഞിന് എന്ത് സംഭവിച്ചുവെന്ന് വിശ്വേട്ടൻ ചോദിച്ചു. വാസന്തി എന്നോട് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോന്നറിയാൻ പലവട്ടം ശ്രമിച്ചു. ആ കുഞ്ഞു മരിച്ചുപോയിന്ന് എനിക്ക് പറയേണ്ടി വന്നു. ഇതെന്തൊരു പരീക്ഷണമാണ് ഈശ്വര. കഴിഞ്ഞതൊക്കെ മറന്നു പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. മായ എൻ്റെ സ്വന്തം അനിയത്തിയല്ലെന്ന കാര്യം ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഞാൻ ഭയന്നിട്ടുണ്ട്, അറിയാതെ തുറന്നു പറഞ്ഞു പോകുമോ എന്ന്. ഇപ്പോഴിതാ പുതിയൊരു സത്യം കൂടി. എത്ര കാലം മൂടി വയ്ക്കാൻ പറ്റും? എനിക്കിതിപ്പോ നിങ്ങളോട് പറയാതിരിക്കാമായിരുന്നു. പക്ഷെ വാസന്തിക്ക് സംഭവിച്ചത് എനിക്ക് സംഭവിച്ച ഈ സത്യം ആരും അറിയാതെ മാഞ്ഞു പോകും. അതുണ്ടാവരുതെന്ന് കരുതിയ ഇപ്പൊ ഞാനിത് പറയുന്നത്. ഈശ്വര,
ഈ സത്യം ഭരതൻ അറിഞ്ഞാൽ ഓടി വരില്ലേ അവൻ ഞങ്ങളുടെ മായയെ കൊണ്ടുപോകാൻ? അങ്ങനെ അവൻ വന്നാൽ നിങ്ങൾക്ക് സമാധാനിക്കാമല്ലോ. അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാനാണ് അവൻ കൊണ്ടുപോകുന്നതെന്ന്. പക്ഷെ മായയെ തേടി വിശ്വേട്ടന് ഒരു കാലത്തും ഇവിടെ വന്നുകൂടാ. അദ്ദേഹം ഇവിടെ വരുന്നത് തന്നെ അവളെ കണ്ടുപിടിച്ച് കൊല്ലാനായിരിക്കും. എത്ര കാലം ഒളിച്ചു വെക്കും ഞാൻ ഈ സത്യം? അങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ എന്റെ മനസ്സ് ചൂഴ്ന്നെടുത്തിട്ടായാലും അയാളത് കണ്ടുപിടിക്കും. അതിനിട കൊടുക്കരുത്. വേറെ ആരറിഞ്ഞാലും വിശ്വേട്ടന് ഈ രഹസ്യം അറിയരുത്. മരണം വരെ ഞാനിത് സൂക്ഷിക്കും. നിങ്ങളും അങ്ങനെ ചെയ്യണം. അശ്വതിയുടെ ജീവിതം താറുമാറാക്കിയ ഒരു രാക്ഷസന്റെ കുഞ്ഞു പെങ്ങളാണ് മായ എന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കഥകളിലൊക്കെ വായിക്കണ പോലെ, ഏതോ സിനിമയിൽ കണ്ടതുപോലെ. അങ്ങനെ സംഭവിക്കുമോ? എന്റെ മായമോള് ചിലപ്പോ വാസന്തിക്ക് തെറ്റിയതായിക്കൂടെ? ആർക്കും തെറ്റിയിട്ടില്ല. സത്യം ചിലപ്പോ കെട്ടുകഥകളെക്കാൾ വിചിത്രമായിരിക്കും. എന്റെ ഭരതൻ ഒരിക്കലും അറിഞ്ഞുകൂടാത്ത ഒരു സത്യം കൂടി മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ട് ഞാൻ. എന്താ അത്? പറയാൻ പറ്റില്ല. ഇപ്പോഴതിന് എന്റെ വിശ്വേട്ടന്റെ ജീവന്റെ വിലയുണ്ട്. നമ്മൾ ഒരുപാട് നേരം ഇവിടെ ഇങ്ങനെ സംസാരിച്ചു നിന്നുകൂടാ. കാറ്റിന് പോലും കാതുകളുണ്ട്. സൂക്ഷിക്കണം. വിജേട്ടാ, വന്നപ്പോഴേ ശ്രദ്ധിച്ചതാ. എന്താ മുഖത്തൊരു വാട്ടം? അശ്വതിയുമായി ഉറങ്ങിയോ? ഉറങ്ങി. എന്താ വിജേട്ടാ? നീ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ ശാരദേ, മായ എന്റെ അനിയത്തിയല്ലാന്ന്? ഇല്ല. പക്ഷേ സത്യം അതല്ലേ ശാരദേ? ആയിരിക്കാം. ഞാനത് അന്നേ മറന്നു. അശ്വതിയും മായ ഇപ്പം വിജയേട്ടന്റെ സഹോദരിമാരല്ല, എനിക്ക് പിറക്കാതെ പോയ മക്കളാ. അങ്ങനെ അവരെ സ്നേഹിക്കണമെന്ന് വിജയേട്ടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? മറന്നോ? മറക്കാൻ പറ്റില്ല ശാരദേ. ഒന്നും മറക്കാൻ പറ്റില്ല. മറക്കണമെന്ന് കരുതുന്നത് പോലും. അതിനിപ്പോ എന്തു പറ്റി? ആരെങ്കിലും വിജയേട്ടനോട് പറഞ്ഞോ മായ അനിയത്തിയല്ലാന്ന്? അതല്ല ശാരദേ, എന്റെ മനസ്സിൽ ഒരു അഗ്നിപർവ്വതം പുകയാ. എങ്ങനെയാണ് അത് നിന്നോട് പറയേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്തായാലും പറഞ്ഞോളൂ. നമ്മൾ പരസ്പരം അറിയാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? വിജയേട്ടന്റെ മനസ്സൊന്ന് ഇടറിയ അപ്പ ഞാൻ അറിയില്ലേ? എന്റെ മുഖത്തൊരു നിഴൽ വീണാൽ ആ നിമിഷം വിജയേട്ടൻ ചോദിക്കും, പിന്നെ എന്തിനാ ഇങ്ങനെയൊരു മുഖപുര? വാസന്തി നമുക്ക് തന്ന കുഞ്ഞിനെ നമ്മൾ പൊന്നുപോലെ വളർത്തി. ആ കുഞ്ഞ് നമ്മുടെ മായയാണെന്ന് ഒരാൾക്ക് കൂടി അറിയാം. അതെ, ഭാനുമതിക്ക്. അതുകൊണ്ട് എന്താ? ഭാനുമതി ആ രഹസ്യം ആരോടും പറയില്ല. ഇന്ന് ഞാൻ അവരെ കണ്ടിരുന്നു ശാരദേ. കണ്ടിരുന്നോ? എപ്പോ? രാവിലെ. എന്തിനാ? മറ്റൊരു രഹസ്യം കൂടി പറഞ്ഞു തരാൻ. തെളിച്ചു പറ വിജയേട്ടാ, എന്ത് രഹസ്യം? നമ്മുടെ മായ ഭരതന്റെ അനുജത്തിയാണ് ശാരദ. ജയൻ യമുനയുടെ കഴുത്തി താലി കെട്ടിയില്ലെങ്കിലും അവനൊരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ആ പാവം പെണ്ണ് ഇനി 4 ആളുടെ മുഖത്ത് എങ്ങനെ നോക്കും? കളിയാക്കി ചിരിക്കില്ലേ? വേണ്ടതൊക്കെ തരുമോ നീ? എന്നാ എന്റെ മോനെ ഇങ്ങതാ. മോനോ? മോൻ ജയകൃഷ്ണൻ. അവള് മയക്കെടുത്ത് ഒപ്പം കൊണ്ടു നടക്കല്ലേ അവനെ. അവള് പറഞ്ഞിട്ടല്ലേ ജയകൃഷ്ണൻ യമുനയായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെച്ചത്. അവളൊപ്പം നടന്ന് ശൃംഗരിച്ചിട്ടല്ലേ ജയകൃഷ്ണൻ എന്നെ പോലും ഉപേക്ഷിച്ചത്. നീ അഹങ്കരിക്കണ്ട. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം ജയൻ മായയുടെ കഴുത്തി താലി കെട്ടില്ല. ജയേട്ടന്റെ ഫോട്ടോയിൽ മാല ചാർത്തിയ അമ്മ അന്ന് തന്നെ വേണ്ടായിരുന്നു യശോദേ. വലിയ വീട്ടിൽ യശോദ ഒരു കാര്യം തീരുമാനിച്ചതാ. നിന്നെ മകനെ പോലെ സ്നേഹിച്ചതിനാ
വാസന്തി ഞാൻ ചവിട്ടിക്കൊന്നത്. പിന്നെ വന്നതാ വാസന്തിയുടെ കൂട്ടുകാരി ഭാനുമതി. നിന്നെ സ്നേഹിച്ചതിന് എന്നെങ്കിലും ഒരിക്കൽ അവളെയും കൊല്ലും ഞാൻ. എനിക്ക് നിന്നെ വേണ്ടത് മകനായിട്ടല്ല, ഇരട്ടച്ചങ്കുള്ള ഭരതനായിട്ടല്ല. 8 വർഷം കാത്തിരുന്നില്ലേ, ഇനിയും കാത്തിരിക്കാം. ഈ നാട്ടുകാർ നിന്നെ തള്ളി പറയുന്നത് വരെ. എങ്കിൽ മരണം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. മരണത്തിനപ്പുറം വേറൊരു ജീവിതം ഉണ്ടെങ്കിൽ അവിടെയും കാത്തിരിക്കാം. ഭരതൻ നിങ്ങളെ തേടി ഒരിക്കലും വരില്ല മുതലാളി. നമുക്ക് കാണാം. അറിയണ്ടേ ഭരതന്റെ പുതിയ വിശേഷങ്ങള്? പിന്നെയും പോയി വിളിച്ചു അല്ലേ? വിളിച്ചു, ഇനിയും വിളിക്കും. കൂടെ വരാമെന്ന് പറയുന്നവരെ ആദ്യം സോഫ്റ്റ് ആയിട്ട്, പിന്നെ മേലും നോവുന്ന വിധത്തിൽ, ഒടുവിൽ 3-ാം മുറ. എന്ത് വില കൊടുത്താലും വേണ്ടില്ല, ഒപ്പം ഉണ്ടോണവൻ. അല്ലെങ്കിൽ വിശ്വംഭരന്റെ വാക്കുകൾക്ക് ഈ നാട്ടിൽ യാതൊരു വിലയും ഇല്ലാണ്ടാവും. കൊല്ലും കൊലയും നടത്തി ജീവിച്ചവർക്ക് ഈശ്വരനൊടുവിൽ വലിയൊരു ശിക്ഷ കാത്തുവച്ചിട്ടുണ്ടാവും. അത് വിധിയാണ് വിശ്വേട്ട, അനുഭവിച്ചേ പറ്റൂ. അത്ര എളുപ്പം ആ വിധി അനുഭവിക്കാൻ എനിക്ക് മനസ്സില്ല ഭാനുമതി. ഭരതൻ വരുമെന്ന് കരുതി ചിലരെയൊക്കെ ബാക്കി വെച്ചിരുന്നു ഞാൻ. അന്നേ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ചില കണക്കുകളെങ്കിലും തീരുമായിരുന്നു. ഇപ്പൊ എന്റെ തോൽവി ആഘോഷിച്ചുകൊണ്ട് നന്ദിനിയും ചന്ദ്രശേഖരനും ബാംഗ്ലൂരിൽ സുഖവാസം നടത്തുന്നുണ്ടാവും. വിശ്വംഭരന്റെ ജൈത്രയാത്രയ്ക്ക് കടിഞ്ഞാനിട്ടത് ഇത്രയും നാൾ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചവൻ ഭരതൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭാനുമതി. അവൻ എങ്ങനെ വിട്ടുപോയി? സാക്ഷി പറഞ്ഞവനെ കുടുംബത്തെ ജീവനോടെ കത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ആരെയും കൂസാതെ ജയിലിലേക്ക് പോയ എന്റെ ഭരതൻ അവനിപ്പോ പറയാ ഭാനുമതി, മനുഷ്യനായെന്ന്, ആരെയും കൊല്ലാൻ പറ്റില്ല. എനിക്ക് ഉറപ്പുണ്ട് വിശ്വേട്ട, ഇനി അവനെ നിങ്ങൾക്ക് കിട്ടില്ല, ഒരു കാലത്തും കിട്ടില്ല. അവന്റെ കണ്ണുകൾ എനിക്കത് പറഞ്ഞു തന്നു. പറയരുത്, ഭരതൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് മാത്രം ആരും എന്നോട് പറയരുത്. അവൻ പറഞ്ഞിട്ട് പോയത് മറക്കണ്ട. എനിക്കെന്തെങ്കിലും സംഭവിച്ച അപ്പോഴൊരിക്കൽ കൂടി ഭരതനി ബംഗ്ലാവിലേക്ക് വരും. അതെന്തിനാണെന്ന് ഞാൻ ഇനിയും വിശ്വേട്ടന് പറഞ്ഞു തരണം. വേണ്ട, അപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നത് എന്നെ കൊല്ലാനായിരിക്കും. അതും അവനെ പഠിപ്പിച്ചത് ഞാനാ ഭാനുമതി. കടപ്പാടിന്റെ കണക്കുകൾ തീർക്കാൻ എനിക്ക് ഒരേ ഒരു ബുള്ളറ്റ് മതി. പക്ഷേ അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ലോ അവനെ. പേടി തോന്നുന്നുണ്ടോ വിശ്വേട്ട? വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ കൂട്ടക്കൊല ഇപ്പോഴും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? വാസന്തി എന്നോട് പറഞ്ഞു തന്നിരുന്നു അന്ന് അവിടെ നടന്നതെല്ലാം. അതൊക്കെ മനസ്സിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടാനുള്ള കഥകൾ. ഒന്നും പുറത്തെടുക്കരുത്. എന്നെങ്കിലും ഭരതൻ അറിഞ്ഞാലോ വിശ്വേട്ട അവന്റെ അച്ഛനെയും അമ്മയെയും കൊന്നത് വിശ്വേട്ടനാണെന്ന്? അതറിയാവുന്ന ഒരേ ഒരാൾ നീ മാത്രമല്ലേ ഭാനുമതി. നീ പറയുമോ ഏറ്റവും വിലപ്പെട്ട രഹസ്യം? പറയില്ല, പറയാൻ പാടില്ല. പറഞ്ഞാൽ അന്ന് നീ ജീവനോടെ കത്തിക്കും. അറിയാം വിശ്വേട്ട, വിശ്വസിച്ചോളൂ. ഭാനുമതി പറഞ്ഞ രഹസ്യം ഭരതൻ അറിയില്ല. മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, അറിഞ്ഞ നിങ്ങൾ ബാക്കിയുണ്ടാവില്ല, അതുകൊണ്ട്. അന്നൊരു പെൺകുഞ്ഞുകൂടി ഉണ്ടായിരുന്നല്ലോ അവിടെ. മരിച്ചുപോയെന്ന വാസന്തി പറഞ്ഞത്. പറയ് ഭാനുമതി, ഓർക്കാപ്പുറത്ത് തീപ്പന്തം പോലൊരു പെണ്ണ് ഓടി വരുമോ അച്ഛൻ്റെ അമ്മയുടെ കൊലപാതകയെ തേടി? ആ കുഞ്ഞു മരിച്ചുപോയെന്ന വാസന്തി പറഞ്ഞത്. ഓ, രക്ഷപ്പെട്ടു. അപ്പോ അങ്ങനെ ഒരു ആന്റി ക്ലൈമാക്സ് ഇല്ല. എന്നാലും ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം ഭാനുമതി, ആരും അറിയാത്ത വലിയൊരു രഹസ്യം നമ്മൾ രണ്ടുപേരും മനസ്സിൽ കാത്തുവെച്ചു. മരണം വരെ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നെങ്കിലും ഭരതൻ അറിഞ്ഞാലോ വിശ്വേട്ട അവന്റെ അച്ഛനെയും അമ്മയെയും കൊന്നത് വിശ്വേട്ടനാണെന്ന്? അതറിയാവുന്ന ഒരേ ഒരാൾ നീ മാത്രമല്ലേ ഭാനുമതി. നീ പറയുമോ ഏറ്റവും വിലപ്പെട്ട രഹസ്യം? പറയില്ല, പറയാൻ പാടില്ല. പറഞ്ഞാൽ അന്ന് നീ ജീവനോടെ കത്തിക്കും. അറിയാം വിശ്വേട്ട, വിശ്വസിച്ചോളൂ. ഭാനുമതി പറഞ്ഞ രഹസ്യം ഭരതൻ അറിയില്ല.
മായ ഭരതന്റെ അനിയത്തിയാ. നിങ്ങൾ എന്താ പറഞ്ഞത്? അവർ രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളാ. ഈശ്വര, നമ്മുടെ മായ മായ നമ്മുടെ മായ ഭരതന്റെ അനുജത്തിയാണ് ശാരദ. അവരുടെ മുഖം വ്യക്തമായിട്ട് ഓർമ്മിക്കാൻ പറ്റുന്നില്ലെങ്കിലും അമ്മ പാടിയുറക്കാറുള്ള ഒരു താരാട്ടിന്റെ ഈണം അലോസരപ്പെടുത്തിക്കൊണ്ട് കൂടെ ഉണ്ടായിരുന്നു. നിലവിളികൾക്കിടയിൽ അത് തിരിച്ചറിയാൻ പറ്റിയില്ല. ഇപ്പോ ഞാനത് കേൾക്കുന്നുണ്ട്. പിന്നെ പിന്നെ എന്റെ കുഞ്ഞനുജത്തെയും കാണുന്നുണ്ട്. അച്ഛനെ അമ്മയെ കൊന്ന ആ ചെകുത്താന്മാര് അവളെയും കൊന്നിട്ടുണ്ടാവും അല്ലേ? പിന്നെ പിന്നെ എന്നെ മാത്രം എന്തിനാ അവര് ബാക്കി വെച്ചത്? ബാക്കി വെച്ചതല്ല, വാസന്തി രക്ഷപ്പെടുത്തിയത്. അവള് നിനക്ക് ആദ്യം അമ്മയുടെ സ്നേഹം തന്നത്. എന്നെ സ്നേഹിച്ചതിന് മുതലാളി അവരെ ക്രൂരമായിട്ട് ശിക്ഷിച്ചില്ലേ? ശരിയാ, ശിക്ഷിച്ചു. എന്നാലും അവൾ ആഗ്രഹിച്ച നടന്നല്ലോ. നീ നല്ലവനായല്ലോ. ഇപ്പോഴാ അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടുണ്ടാവുക. എന്നെ സ്നേഹിക്കുന്നവരെ മുഴുവൻ മുതലാളി ശിക്ഷിക്കും. ഇനി എപ്പോഴും ഇങ്ങനെ കാണാൻ വരരുത്. എനിക്കറിയാം ഭരത, എന്നെങ്കിലും ഒരിക്കൽ വാസന്തിക്ക് സംഭവിച്ചത് എനിക്ക് സംഭവിക്കുന്നു. എന്നാലും പേടിയില്ല. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ നീയുണ്ടല്ലോ. ഞാനിവിടെ ഉള്ള കാലത്തോളം എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അമ്മ, നീ അങ്ങനെ വിളിക്കുമ്പോ അത് കേൾക്കാൻ വേണ്ടി മാത്രം ഒരുപാട് കാലം ജീവിക്കാൻ കൊതി തോന്നുന്നു. അമ്മ ജീവിക്കണം. ഈ ഭരതന്റെ പുതിയ ജീവിതം കണ്ട് സന്തോഷിക്കണം. പോട്ടെ. ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാ കടയിലേക്ക് പോയെന്ന് മായ പറഞ്ഞത്. ആളാം വീതം വന്ന് കാണുന്നുണ്ടല്ലോ. അമ്പലത്തിൽ പോണ വഴിക്ക് അന്വേഷിച്ചു വന്നിരുന്നു നിങ്ങളുടെ ഭാര്യാമണി. അവർക്കെന്താ ഭ്രാന്തുണ്ടോ? ശാരദ സംയമനം പാലിച്ചതുകൊണ്ട് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഈയിടെയായി അവൾ അങ്ങനെയാ വിജയ. ഈയിടെയായിട്ടല്ല, ഞങ്ങളന്ന് വീട്ടിൽ വന്നപ്പോഴും ഇതേ സ്വഭാവമായിരുന്നു. വലിയ വീട്ടിലെ യശോദയാണത്രേ. ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് നടക്കാൻ ആ സ്ത്രീക്ക് നാണമില്ലേ? ഞാൻ വഴക്കൂടാൻ വന്നതല്ല. യമുനയുടെ കല്യാണം മുടങ്ങിയത് അറിഞ്ഞു കാണുമല്ലോ. ആ പെണ്ണാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ്. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റൂ. യമുനയോട് അനീതി കാട്ടരുതെന്ന് വീട്ടിലുള്ള എല്ലാവരും ജയകൃഷ്ണനോട് പറഞ്ഞു. മായയെ എത്ര വട്ടം പറഞ്ഞു അവനെ ഇഷ്ടമല്ലാന്ന്. ആ കുട്ടിയുടെ ജീവിതം തകർത്തത് ഞങ്ങളാരുമല്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പലവട്ടം മാറി മാറി അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമല്ലാന്നും അന്വേഷിച്ച് വീട്ടിൽ വരരുതെന്നും. ഇതൊന്നും എന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തത്? എനിക്കെല്ലാം മനസ്സിലാകും. കുറ്റം ചെയ്തത് നിങ്ങളാരുമല്ല, എന്റെ ജയകൃഷ്ണൻ. പക്ഷെ നമ്മളാരും കാണാത്തൊരു സത്യമുണ്ട്. എന്ത് സത്യം? ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടുന്നത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ഇഷ്ടപ്പെട്ടു എന്ന് ആദ്യം അവൻ പറഞ്ഞത് മായയോടാ. അന്ന് തന്നെ നിങ്ങളോടും പറഞ്ഞു. ഞങ്ങൾ ആ വിവാഹം നടത്തുമായിരുന്നു. നിങ്ങളുടെ ഭാര്യ ഞങ്ങൾ അപമാനിച്ചു വിട്ടില്ലായിരുന്നുവെങ്കിൽ. അതങ്ങനെ സംഭവിച്ചുപോയി. പക്ഷേ തെറ്റിദ്ധരിച്ച് നിങ്ങൾ അവനെ തല്ലിയതോ? അതും നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചു പോയതാ. മായയ്ക്കിപ്പോ അവനെ ഇഷ്ടമാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ജയകൃഷ്ണൻ അവളെ ഇപ്പോഴും ഇഷ്ടമാണ്. അവളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ജയകൃഷ്ണൻ യമുനയെ വിവാഹം കഴിക്കാതിരുന്നത്. പക്ഷേ യമുന കാത്തിരിക്കുന്നുണ്ടെന്ന് ജയകൃഷ്ണൻ ഓർക്കണമായിരുന്നു. മുഹൂർത്തമായപ്പോൾ താലി കെട്ടാതെ കടന്നു കളഞ്ഞ നിങ്ങളുടെ മകൻ
ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റാ ചെയ്തത്. എന്നെങ്കിലും ഒരിക്കൽ യമുനയുടെ കണ്ണീരിന് അവൻ ഉത്തരം പറയേണ്ടി വരും. ജയകൃഷ്ണൻ യമുനയെ ഒരിക്കലും ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല വിജയ. അവള് സ്വന്തം സഹോദരിയെ പോലെയായിരുന്നു അവന്. അവൻ യശോദയോടും യമുനയോടും അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. പണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആണാണെന്ന് തോന്നുമ്പോ യശോദയ്ക്ക് എല്ലാം ചേർത്തങ്ങ് കൊടുത്തേക്കണമെന്ന്. പൊട്ടിത്തെറിക്കാനും അടിച്ച് കരണം പുകയ്ക്കാനും ആർക്കും കഴിയും. സംയമനത്തോടെ ജീവിക്കാനാണ് പ്രയാസം. വിട്ടിവേഷം കെട്ടി ഞാൻ ആ വീട്ടിൽ അഭിനയിച്ച് തകർക്കുന്നത് ഒരു മന്ദബുദ്ധിയുടെ റോളാണ്. അങ്ങനെ ഒരാൾ ആ വീട്ടിലില്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതിനേക്കാൾ ഗുരുതരമായത് സംഭവിക്കുമായിരുന്നു. പരസ്പരം സ്നേഹിക്കുന്നവരെ ഒരിക്കലും പിരിക്കരുതെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. അവരൊന്നിക്കണമെന്ന് ഈശ്വരൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരായ നമ്മൾ പിരിക്കാൻ ശ്രമിക്കരുത്. എന്നാ വിജയ, എല്ലാ അറേഞ്ച്മെന്റും ശരിയാക്കിയിട്ടുണ്ട്. എയർപോർട്ടിൽ എൻ്റെ ആള് വരും. ഈഗിൾ എന്ന കോഡ് പറഞ്ഞാൽ എല്ലാം സേഫ് ആണെന്ന് മനസ്സിലായിക്കൊള്ളണം. പിന്നെ ഹാൻഡ് ഓവർ ചെയ്തേക്ക്. ഓക്കെ. ഈ നഗരത്തെ മയക്കിക്കെടുത്താനുള്ള സ്വയംബൻ സാധനം കൊണ്ട് ഡിസൂസ ഉടനെ വരും. പിന്നെ എന്റെ വിരൽ തുമ്പിലെ ഈ സിറ്റി ചലിക്കും. എന്ത് ബിസിനസ്സും ചെയ്തോളൂ, പക്ഷെ ഇത് മാത്രം നമുക്ക് വേണ്ട വിശ്വേട്ട. ഒട്ടേറെ ചെറുപ്പക്കാർക്ക് ജീവിതം നഷ്ടമാവും. പല കുടുംബങ്ങളും വഴിയാധാരമാകും. മറ്റെന്ത് ബിസിനസ് ചെയ്താലും ഇതുപോലെ ലാഭം കൊയ്യാൻ പറ്റില്ല ഭാനുമതി. ഒരു ഡോസ്, ഒരേ ഒരു ഡോസ് വെറുതെ വലിച്ചെറിഞ്ഞ് കൊടുത്താൽ മതി. പിന്നെ ഇര ചോദിക്കുന്ന കാശ് തന്ന് സാധനം വാങ്ങിക്കൊടും. പിന്നെ അവന് പഴയ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല. ഈ നാട്ടിലെ യുവത്വത്തെ മുഴുവൻ മൊത്തമായി വിലക്കെടുത്ത് ഇഞ്ച പിഴിയും പോലെ പിഴിയും ഈ വിശ്വംഭരൻ. പക്ഷേ കൂടെ നിൽക്കാൻ അംഗരക്ഷകനില്ലല്ലോ. മനസ്സിലായി. നീ ഉദ്ദേശിച്ചത് ഭരതന്റെ കാര്യമല്ല. ആ പേര് അത്ര എളുപ്പം മറക്കാൻ പറ്റുന്നില്ല അല്ലേ? നീ പറഞ്ഞത് സത്യമാണ് ഭാനുമതി. മറക്കാൻ പറ്റില്ല എനിക്ക്. ഒപ്പം നിന്ന് പടവെട്ടിയിട്ട് ഓർക്കാപ്പുറത്തൊരു നിമിഷം ഇടനെഞ്ചിൽ തീ കോരിയിട്ട് യാത്ര പറഞ്ഞു പോയ അവനെ എങ്ങനെ മറക്കും ഞാൻ? ഇപ്പോഴുണ്ടല്ലേ വിശ്വേട്ടന്റെ മുഖത്ത് അവനെ തിരിച്ചു കിട്ടുമെന്നുള്ള ആ വിശ്വാസം. അതല്ലേ ഈ ചിരിയുടെ അർത്ഥം. അത് സത്യമാണ് ഭാനുമതി. എനിക്ക് തിരിച്ചു കിട്ടുവാനെ. ഞാൻ കൊണ്ടുവരും ഈ ബംഗ്ലാവിലേക്ക്, എന്റെ മനസ്സിനകത്തേക്ക്. ഇപ്പൊ നീ കാണുന്നത് ചെറിയൊരു ഇടവേള. ആ സമയം മതി എനിക്ക് ചൂണ്ടിട്ട് പിടിക്കാൻ. ഇരകളൊക്കെ ഒരുപാടുണ്ട്. ആദ്യം കോർക്കേണ്ട ആരാണെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. നീ തന്നെ ഒന്നാം തരം ഒരു ഇരയല്ലേ. സമയമാവുമ്പോ കത്തിച്ചിട്ട് അവന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്താ പോരെ. ആ തീയിൽ ചാടി പാതി ജീവനോടെ തിരിച്ചു വരില്ലേ അവൻ? അങ്ങനെ കിട്ടിയാലും മതി എനിക്ക് അവനെ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അവനെ അവന്റെ വഴിക്ക് വിട്ടേക്ക് വിശ്വേട്ട. ഇത്രയും കാലം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? പറയുന്നതൊക്കെ ചെയ്തിട്ടില്ലേ? ഇപ്പോഴവൻ ആവശ്യപ്പെടുന്നത് അവന്റെ ജീവിതമല്ലേ? കൊടുത്തുകൂടെ? അങ്ങനെ സ്വന്തമായൊരു ജീവിതം അവനില്ലല്ലോ ഭാനുമതി. 7 വയസ്സ് മുതൽ വളർന്നത് ഇവിടെയല്ലേ. ഇപ്പോഴെന്തിനാ അവന് പുതിയൊരു ജീവിതം, അതും കൂടെ ഞാനില്ലാതെ? വിശ്വേട്ടൻ എത്ര ശ്രമിച്ചാലും അവനെ കൂടെ ചേർക്കാൻ പറ്റില്ല. ഇനി അവൻ പഴയ ഭരതനായി തിരിച്ചു വരില്ല. ഇപ്പൊ എനിക്ക് അവന്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം അങ്ങനെ ഒരു സാധനം ലോകത്തില്ല ഭാനുമതി. എല്ലാം കാപട്യമാണ്. നിനക്ക് തന്നെ അറിയാലോ എന്നോടുള്ള സ്നേഹത്തിന്റെ അർത്ഥം. തരം കിട്ടിയ നീ എന്നെ കൊല്ലില്ലേ ഭാനുമതി? നിങ്ങളുടെ വാക്കുകളിൽ മാത്രമല്ല, മനസ്സിനകത്തു പോലും വിഷവാ. എന്റെ നെറ്റിയിലെ പൊട്ടു മായ്ച്ചു കളഞ്ഞ് ഒരിക്കൽ വിശ്വേട്ടൻ തകർത്താടിയില്ലേ ഇവിടെ ഒരു നാടകം? അന്ന് നോവിച്ചത് ഒരു സ്ത്രീയുടെ പരിപാവനമായ വിശ്വാസത്തെയാ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ വിധവയാണെന്നും പറഞ്ഞ് അപമാനിക്കുന്ന ഒരു പുരുഷനെ ഏതെങ്കിലും ഒരു സ്ത്രീ സ്നേഹിക്കുവോ? എനിക്ക് ആ സ്നേഹം വേണ്ടെങ്കിലോ?
എങ്കിൽ ഇനി എന്നോട് സ്നേഹത്തെക്കുറിച്ച് പറയരുത്. ഞാൻ പറഞ്ഞത് തെറ്റായ അർത്ഥത്തിലല്ല. ഈ ജന്മത്തിൽ എനിക്ക് ആരെയും സ്നേഹിക്കാനുള്ള സമയമില്ല. ഭരതനോട് പോലും എനിക്ക് സ്നേഹമല്ല. കൂടെ നിൽക്കുമ്പോൾ ഈ ലോകം വെട്ടിപ്പിടിക്കാനാവുന്നുള്ള വിശ്വാസമാണ്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ആരെയും സ്നേഹിച്ചിട്ടില്ല. വാസന്തി പോലും നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ഇത് വാചകമേളയിൽ കൊടുക്കാം, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് ഫ്രെയിമിലാക്കി ചുവരി തൂക്കാം. ഭാവി തലമുറയ്ക്കുള്ള ഒരു സന്ദേശമായിട്ട്. നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് നിനക്ക്. മനസ്സിൽ സംഘർഷമുള്ളപ്പോൾ വിളിക്കാൻ ഞാൻ ഇതുപോലുള്ള തമാശകൾ കേൾക്കാൻ. അല്ല, സ്ഥിരമായി പറയാറുള്ള ഡയലോഗൊന്നും കേട്ടില്ല. അസുരനെന്നോ രാക്ഷസനെന്നോ പിശാചെന്നോ വിളിച്ച് പെർഫോമൻസ് ഒന്ന് കൊഴിപ്പിച്ചിട്ട് പോയിക്കൂടെ നിനക്ക്? ഇടവേളയാണെന്നല്ലേ പറഞ്ഞത്? കഥ തുടരട്ടെ, അപ്പൊ വരാം ഞാൻ. അയ്യോ കഷ്ടം. നിക്ക്. എന്റെ പേര് ശോഭ. മനസ്സിലായില്ലല്ലോ. എന്നാ മനസ്സിലാകുന്ന വിധത്തിൽ പരിചയപ്പെടുത്താം. ഞാൻ വലിയ വീട്ടിൽ യശോദയുടെ മകൾ ശോഭ. ഇപ്പൊ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായി. ആ പേരല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത്. വലിയ വീട്ടിൽ യശോദ അറിയാത്തവരായിട്ട് ഈ ലോകത്തിൽ ആരുണ്ട്? ആ, അമ്മയോട് ഇലക്ഷന് മത്സരിക്കാൻ പറയണം, ഉറപ്പായിട്ട് ജയിക്കും. ഇങ്ങനെയൊക്കെ നീ പറയുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിഹാസം ഞാൻ കാര്യമാക്കുന്നില്ല. നിന്റെ വീട്ടിലുള്ളവർക്ക് വേറെ പണിയൊന്നുമില്ലേ മോളെ? വലിയ വീട്ടിൽ യശോദയുമായിട്ട് ഏട്ടത്തിയമ്മയുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. അല്ല, നിനക്ക് പറയാനുള്ളത് ജയകൃഷ്ണന്റെ കല്യാണക്കാരൻ തന്നെയാണോ? അതിപ്പോ ഒരു ആഗോള പ്രശ്നമായി മാറിക്കഴിഞ്ഞല്ലോ. നിന്റെ അനിയത്തി എന്റെ ഏട്ടനെ സ്നേഹിച്ചതാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. തെറ്റി. നിന്റെ ഏട്ടൻ എന്റെ അനിയത്തിയെ സ്നേഹിച്ചത് കൊണ്ട് എന്ന് തിരുത്ത്. അതെ, ഗ്രാമറും സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഒക്കെ തിരുത്തി കഥ പറയാൻ വന്നതല്ല ഞാൻ. വെറുതെ വന്ന് പേടിപ്പിച്ചിട്ട് പോകുന്നു കരുതണ്ട. ആ കുരുത്തം കെട്ട പെണ്ണിനെ എപ്പോഴും ജയേട്ടൻ കണ്ടതാ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം. നിന്റെ ഏട്ടനെ പേടിച്ച് ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് വഴി നടക്കാതിരിക്കാൻ പറ്റൂ? ദിവസം ഒരുപാട് പെണ്ണുങ്ങളെ കാണുന്നില്ലേ അയാള്? എന്റെ അനിയത്തിയെ തന്നെ കണ്ട് ഇഷ്ടമായത് എന്തിനാ? പറയാറുന്നില്ലേ നിനക്ക് കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേരെ വഴിതെറ്റിക്കരുതെന്നും? തൊലി വെളുപ്പുള്ള ചെക്കനെ കണ്ടപ്പോ ഇളകി പോയതല്ലേ നിന്റെ അനിയത്തി മായ? പെണ്ണെ, വെറുതെ മെക്കിട്ട് കയറാൻ വരണ്ട. ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക്. അതിന്റെ ഇടയില് ജയകൃഷ്ണനെ ഓർത്ത് കരയാൻ ഒട്ടും നേരമില്ല. മോള് സ്റ്റാൻഡ് വിട്. അതെ, അങ്ങനെ അങ്ങ് പോയാലോ? ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതല്ലേ, അല്പസ്വല്പം കുശലമൊക്കെ ആവാം. നിന്റെ ആ മറ്റവും പുറത്തിറങ്ങിന്ന് കേട്ടു. വരാറുണ്ടോ നിന്റെ അടുത്ത് ആ പഴയ ഫ്ലാഷ് ബാക്കും പറഞ്ഞ്? നിന്റെ ആ മറ്റവും പുറത്തിറങ്ങിന്ന് കേട്ടു. വരാറുണ്ടോ നിന്റെ അടുത്ത് ആ പഴയ ഫ്ലാഷ് ബാക്കും പറഞ്ഞ്? ആ ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ ഒരു കഥ കൂടിയുണ്ട്. പറഞ്ഞു തന്നാ പെട്ടെന്ന് മനസ്സിലാവില്ല. അതാ കാണിച്ചു തന്നത്. ഇതിന് ഞാൻ നിന്നെ കൊണ്ട് സമാധാനം പറയിപ്പിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെറുതെ ഒളിഞ്ഞു നോക്കരുത്. നീ എന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോ ബാക്കിയുള്ള 3 വിരൽ നിന്റെ നേരെയാ. മറക്കാൻ ശ്രമിക്കുന്നത് ആരോർമ്മിപ്പിച്ചാലും ഞാൻ പ്രതികരിക്കും. പ്രതികരിച്ചോ? പക്ഷെ നടന്ന കാര്യം പച്ചയ്ക്ക് പറയുമ്പോ അത് അംഗീകരിക്കണം. അതിന് പകരം സത്യം പറയണവരുടെ കവിളടിച്ച് പൊളിക്കരുത്. ഇറങ്ങി അന്വേഷിച്ചു നോക്ക്. നിന്നെ പറ്റി ഒരുപാട് കാര്യം നാട്ടുകാർ പറഞ്ഞു തരും. അവരെയൊക്കെ ശിക്ഷിക്കാൻ പറ്റുമോ? ഭരതൻ നിന്നെ പിഴപ്പിച്ചു എന്ന് പറയുന്നവരെയൊക്കെ നാട് കടത്താൻ പറ്റുമോ? ബാംഗ്ലൂരിലേക്ക് വെറുതെ ഞാനൊന്ന് വിളിച്ചാൽ മതി. എന്തിനു തയ്യാറായി കുറെ പേര് ഓടി വരും. അവര് വരണത് എന്തിനാണെന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിക്ക. നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കഥ കൂടി കൊടുക്കണോ? ഒരു പെണ്ണ് ജീവിതത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് നീ പറഞ്ഞത്. അത് ഈ അശ്വതിയെ നിനക്ക് ശരിക്കും മനസ്സിലാവാത്തതുണ്ടാവും. ഇപ്പൊ തല്ലേ കിട്ടിയുള്ളൂ. ഇനി ഇതുപോലെ എന്തെങ്കിലും പറയാൻ എന്റെ മുമ്പിലേക്ക് വന്നാ കൊല്ലും ഞാൻ നിന്നെ. നിനക്ക് താമസിക്കാൻ ഒരു വീട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട. വീട് മാത്രം പോരല്ലോ, ഒരു ജോലി കൂടി വേണ്ട. വേണം, ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിന്നോടുള്ള പേടി മാറാതെ ആരും ജോലി തരില്ല.
ജോലി കിട്ടിയാലും അങ്ങനെ ജീവിക്കാൻ മുതലാളി സമ്മതിക്കില്ല. ഇപ്പൊ എന്നെ വേട്ടയാടുന്ന ശത്രുക്കളല്ല, ഭൂതകാലത്തെ പ്രവൃത്തികളാ. മനസ്സിലുള്ള സത്യം ആരോടെങ്കിലും പറയാമെന്ന് വെച്ചാ അങ്ങനെ ഒരാൾ വേണ്ടേ കേൾക്കാൻ? അതൊക്കെ സാവധാനത്തിലെ മാറ്റിയെടുക്കാൻ പറ്റൂ. നീ തിരിച്ചു വന്നത് ആരെയും കൊല്ലാനല്ലെന്ന് നിന്റെ പ്രവൃത്തികളിലൂടെ ആളുകൾ അറിയണം. അതിന് 1-2 ദിവസം പോരാ, മാസങ്ങൾ തന്നെ വേണ്ടിവരും. ക്ഷമയോടെ കാത്തിരിക്കെ. നിന്റെ മനസ്സ് മാറ്റിയ ജഗദീശ്വരന് നിന്നെ സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടിയുണ്ട്. എനിക്കറിയാം, പാവക്കറ മുഴുവൻ കഴുകി കളയണമെങ്കിൽ ശേഷിക്കുന്ന ജീവിതം പോരെന്ന്. എന്നാലും അത്രയും കാലം ആശ്വസിക്കാലോ, തെറ്റുതിരുത്താൻ ഞാൻ ശ്രമിച്ചിരുന്നു എന്ന്. ഞാനിപ്പോ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനാ. ചോദിക്കട്ടെ? കണ്ടോ അവളെ? അശ്വതി. ഇല്ല. കാണണ്ടേ? കണ്ടിട്ട് നന്ദിനിയോട് പറഞ്ഞതുപോലെ അവളോടും പറയണ്ടേ? നന്ദിനിയോട് പറയാൻ ഒരുപാടുണ്ടായിരുന്നു. അശ്വതിയോട് പറയാൻ ഒന്നുമില്ലല്ലോ മനസ്സിൽ. ഒന്നുമില്ലേ? അത് പുറത്തു പറയാനുള്ളതല്ല, മനസ്സിനുള്ളിൽ ആരും അറിയാതെ കാത്തുവെക്കാനുള്ളതാ. നിനക്കിഷ്ടമാണോ അവളെ? തെറ്റുതിരുത്താൻ ഒരു അവസരം തരുമെങ്കിൽ ഇഷ്ടപ്പെടാൻ പറ്റും. എന്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം വേണം. പറയേ, നിനക്കിഷ്ടമാണോ അവളെ? ഞാൻ ഇഷ്ടപ്പെട്ടാലും അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ രാത്രിയുടെ പിടച്ചിൽ. എന്നാലും നീ അവളെ കാണണം ഭരത. ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറയണം. അവളുടെ ഹൃദയത്തിന്റെ വിങ്ങൽ അറിയണം. എല്ലാം തുറന്നു പറയുമ്പോൾ നിനക്ക് ആശ്വസിക്കാൻ പറ്റും. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത പാവം പെണ്ണ അശ്വതി. അവളുടെ മനസ്സിലേക്ക് ഒരേ ഒരാളെ അതിക്രമിച്ച് കയറിയിട്ടുള്ളൂ, അത് നീയാ. അതിനുശേഷം മറ്റൊരാളെ പറ്റി അവൾ ഓർത്തിട്ട് പോലും ഇല്ല. വിവാഹം ആലോചിച്ചിട്ടില്ല. എന്നാലും എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ അവൾക്ക്? പെണ്ണിന്റെ മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല. മനുഷ്യനായി മാറിയെന്നും ഇനി ആരെയും കൊല്ലില്ലെന്നും നന്ദിനിയുടെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം തെറ്റുകൾ ഏറ്റു പറയാൻ വിധി അവസരം ഒരുക്കുന്നു എന്ന് തന്നെയാ. അശ്വതിയെ കാണുമ്പോഴും പറയാനുള്ളതൊക്കെ നിന്റെ നാവിൻ തുമ്പിൽ ഉണ്ടാവും. ഞാൻ പോവും, അമ്മ പറഞ്ഞതുപോലെ പുതിയൊരു ജീവിതം ചോദിക്കാൻ. ഞാനിപ്പോ പഴയ ഭരതനല്ല വിജയേട്ടൻ. ഇനി ഞാൻ ആരെയും ദ്രോഹിക്കില്ല. അതും ഭാനുമതി പറഞ്ഞു. ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ചെയ്തതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചിട്ടില്ല. ഒരുതരം ഭ്രാന്തായിരുന്നു എനിക്ക്. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? വിജയേട്ടനോട് മാത്രമല്ല, അശ്വതിയോടും പറയണോ എനിക്ക്. മാപ്പ് പറഞ്ഞ് നല്ലവനായാൽ എന്റെ കാല് തിരിച്ചു തരുമോ നീ? നഷ്ടപ്പെട്ട എന്റെ അനിയത്തിയുടെ മാനം തിരിച്ചു തരുമോ നീ? ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾക്ക് പകരം എന്തു തരും? പറയടാ. പകരം തരാൻ ഇപ്പൊ എന്റെ ജീവൻ മാത്രമേ ഉള്ളൂ. അനുഭവിച്ച ദുരിതങ്ങൾക്കെല്ലാം പരിഹാരമാവുമെങ്കിൽ എന്നെ കൊന്നോളൂ വിജയേട്ട. അതിനു മുമ്പ് മനസ്സ് തുറന്ന് കുറച്ച് കാര്യങ്ങൾ പറയണം എനിക്ക്. പറയാനുള്ളത് നിനക്കല്ലല്ലോ, ഞങ്ങൾക്കല്ലേ. അന്ന് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് നിന്റെ കാല് പിടിച്ച് കെഞ്ചിയതല്ലേ ഞാൻ? ചവിട്ടി തെറിപ്പിച്ച് കമ്പി കൊണ്ട് എന്റെ കാലടിച്ചൊടിച്ചു. പിന്നെ നടന്നതും പറയണോ ഞാൻ? എന്റെ നാവിന്ന് തന്നെ എല്ലാം കേൾക്കണോ നിനക്ക്? അന്ന് എന്റെ മനസ്സിന് ഭ്രാന്ത് പിടിച്ചിരുന്നു വിജയേട്ട.
ചോര കണ്ട് കൊതി മാറിയിട്ടില്ലാത്ത പിശാചായിരുന്നു ഞാൻ. ഇപ്പോഴും നീ അത് തന്നെയാ. അന്നേ മനുഷ്യത്വം മരവിച്ചു പോയിരുന്നു. ആരെ വേണമെങ്കിലും കൊന്നു തള്ളാൻ നിനക്ക് മടിയില്ലായിരുന്നു. വിജയേട്ടാ, ഞാൻ മിണ്ടരുത്. ഓർക്കണുണ്ടോ നീ രാവുണ്ണി മാഷെന്നൊരു പാവ മനുഷ്യനെ? എന്തു കുറ്റമാണ് അയാൾ ചെയ്തതെന്ന് ഓർമ്മിപ്പിക്കണോ ഞാൻ? വിശ്വംഭരനെതിരെ ശബ്ദിച്ചു. അതിനു പകരം നീ അയാളുടെ നാവ് പിഴുതെടുത്തിട്ട് കൊത്തി നുറുക്കി. അത് കണ്ടു നിന്ന ദാമോദരൻ നിനക്കെതിരെ സാക്ഷി പറഞ്ഞു. എണ്ണി എണ്ണി പറഞ്ഞു തരാം നീ ചെയ്ത ദുഷ്ടത്തരം. ജീവിച്ചിരിക്കുന്നവരോട് നിനക്ക് മാപ്പ് പറയാം. ചത്തുപോയവരോട് നീ എങ്ങനെ ക്ഷമ ചോദിക്കുമടാ? വിജയേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അന്ന് എനിക്ക് ശരി ഏതാണെന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അമ്മയെന്ന് വിളിച്ച് സ്നേഹിച്ച ഒരാൾ സ്നേഹം എന്താണെന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് എന്നെ വിട്ടുപോയി. വിട്ടുപോയതല്ല, കൊന്നതാണ്. പിന്നെയും വന്നല്ലോ ഒരമ്മ, ഭാനുമതി. അവരും നിനക്ക് നല്ലത് പറഞ്ഞു തന്നിരുന്നല്ലോ. അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. എന്റെ മനസ്സിൽ ചോര പടർന്നു കഴിഞ്ഞിരുന്നു. അതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് തീർത്തും ഒരു നല്ല മനുഷ്യനായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. പഴയ കാലത്തേക്ക് ഇനിയൊരു മടക്കയാത്രയില്ല. അങ്ങനെ വേണ്ടി വന്നാൽ പിന്നെ ഈ ലോകത്ത് ഭരതൻ ഉണ്ടാവില്ല. എങ്കിൽ അതിപ്പോ തന്നെ ചെയ്തുകൂടെ നിനക്ക്? നാട്ടുകാർക്ക് സന്തോഷാവൂലോ? മരിക്കാൻ എനിക്ക് പേടിയില്ല, ജീവിക്കാനല്ലേ പേടി വേണ്ടത്. ഇത്രയും കാലം നാടും നാട്ടാരും വെറുക്കുന്ന ഒരു അസുരനായിരുന്നു ഞാൻ. ഒരു ദിവസമെങ്കിലും മനുഷ്യനായിട്ട് ജീവിച്ചോട്ടെ. എനിക്കറിയാടോ ഇതൊക്കെ നിന്റെ നാടകമാണെന്ന്. വിഷം ചീറ്റുന്ന രാജവെമ്പാലയാണ് നീ ഇപ്പോഴും. ഇത്രയും നാൾ വിശ്വംഭരനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടന്ന് കാണണവരെ മുഴുവൻ കൊന്നിട്ട് പെട്ടെന്നൊരു ദിവസം വെളിപാടുണ്ടായതുപോലെ മനസ്സു മാറിയെന്നും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നു നിന്നാൽ വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനാണെന്ന് കരുതിയോ നീ? പൊക്കോ പൊക്കോ വേഗം, ഇല്ലെങ്കിൽ ഞാൻ... വേണ്ട ഏട്ടാ, വേണ്ട, അയാൾ പൊയ്ക്കോട്ടെ. പൊയ്ക്കോ. വിളിച്ച വെളിപ്പുറത്തുള്ള ദൈവങ്ങളോട് ഞാൻ ഒന്നു മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഭരതനെ ജീവനോടെ എന്റെ മുമ്പിൽ എത്തിച്ചു തരണേന്ന് മാത്രം. ഈ നാട്ടിലെ ഒരു പെണ്ണും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. എന്റെ പ്രാർത്ഥന ഫലിച്ചു. അവൻ വരണത് ഈ നാട്ടിലേക്കല്ല, ഞാൻ മനസ്സിൽ ഒരുക്കി വെച്ചിട്ടുള്ള അവന്റെ പട്ടടയിലേക്കാ. എന്താ ശരി? പഴയതൊക്കെ ഞാൻ ഓർത്തുപോയേട്ടാ. എല്ലാം മറക്കാനല്ലേ മോളെ നമ്മൾ ഇങ്ങോട്ട് വന്നത്? അവൻ തിരിച്ചു വരികയല്ലേ ഏട്ടാ ജയിലിൽ നിന്ന്. നന്ദിനിയുടെ കല്യാണം മുടങ്ങിയില്ലേ? ഇനി അവളെയും വിലാസിനെ എടുത്തിയ മാഷിനെയും വെട്ടി നുറുക്കില്ലേ ഭരതൻ? അത് തടയാൻ ആണായി പിറന്ന ഒരുവനും ഈ നാട്ടിലില്ലെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യും. ശാരദേ, ഇന്നിവിടെ ഭരതം വന്നിരുന്നു. എപ്പോ? നീ മായയും കൂട്ടി ബാങ്കിൽ പോയില്ലേ? അപ്പോ ഈശ്വര, അശ്വതി കണ്ടു അവനെ? കണ്ടു. എന്നിട്ട് അവള്? നമ്മൾ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല ശാരദേ. ഒരു കണക്കിനത് നല്ലതാ. ദുഷ്ട കൂട്ടങ്ങളല്ലേ. അശ്വതി ഭരതനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ വെറുതെ വിടുവായിരുന്നോ നമ്മളെ? ഞാനിപ്പോ ആലോചിക്കണത് അതല്ല ശാരദേ. മനസ്സു മാറിയെന്ന് വെറുതെ പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് അവൻ? അതുകൊണ്ട് അവൻ എന്താ നേടാൻ പോണത്?
അശ്വതിയെ കിട്ടാനുള്ള അടവായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ അവൾക്ക് സഹതാപം തോന്നൂ. അവൾ ഒരക്ഷരവും വിട്ടു പറഞ്ഞില്ല. തല്ലി ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ വന്ന് തടയുകയും ചെയ്തു. ഇത്രയും നാൾ കണ്ടാലുടനെ കൊല്ലുമെന്ന് പറഞ്ഞു നടന്നിരുന്നത് അവള്. പെട്ടെന്നെന്താ ഇങ്ങനൊരു മാറ്റം? ചോദിച്ചില്ലേ? ചോദിച്ചു. എന്നിട്ട് വഴക്കിനൊന്നും പോണ്ടെന്ന് മാത്രം പറഞ്ഞു. ശരിയായിരിക്കും. അവൻ വിജയേട്ടനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഓർത്ത് പേടിച്ച് പറഞ്ഞതായിരിക്കും. അങ്ങനെ ആയാ മതി. ഭരതനെ കണ്ട ഒന്നും പറയാൻ നിൽക്കണ്ട. തല്ലി ഇറക്കാൻ നോക്കിയത് മറക്കൂ അവൻ. നാട് നശിപ്പിക്കാൻ വന്ന അസുര വിത്ത്. ആരും തല്ലി കൊല്ലുന്നില്ലല്ലോ ഇവനെ. ഇവന്റെ തോന്നിവാസങ്ങൾക്കെല്ലാം വളം വെച്ചു കൊടുക്കുന്നത് ഭാനുമതിയാണ്. ഭരതന് വേണ്ടി എന്തും ചെയ്യും ആ സ്ത്രീ. അവൻ അമ്മയെന്ന് വിളിച്ച് അവരെ മുതലെടുക്കുക. അവരെന്തെങ്കിലും ചെയ്തോട്ടെ വിജയേട്ടാ, നമുക്കെന്താ? ഈശ്വര, ഇനി ഒരിക്കലും ഭരതൻ ഇങ്ങോട്ട് വരാതിരുന്നെങ്കിൽ. അശ്വതി, അശ്വതി, നിന്നെ കാണാൻ വേണ്ടിയാ ഞാനന്ന് വീട്ടിലേക്ക് വന്ന. മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള സാവകാശം വിജയേട്ടൻ തന്നില്ല. നിങ്ങൾക്ക് എന്താ എന്നോട് പറയാനുണ്ടായിരുന്നത്? അതിപ്പോ പെട്ടെന്ന് ഞാൻ അന്നെല്ലാം ചെയ്തത് പെട്ടെന്നല്ലേ? ഏട്ടന്റെ കാല് തല്ലി ഒടിച്ച് ഒരു പെണ്ണിന്റെ മാനം കവർന്നെടുത്ത് അവളെ കരയിച്ചിട്ട് പോയി നിങ്ങൾ എന്ത് പറയാനാ വീട്ടിൽ വന്നത്? അന്ന് മുതലാളി പറഞ്ഞപ്പോ ആര് പറഞ്ഞാലും നിങ്ങൾ പെണ്ണിന്റെ മാനത്തിന് വില പറയരുതായിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച ദുരന്തത്തിന്റെ ആഴം വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റില്ല. മനസ്സുകൊണ്ട് നിങ്ങൾ പോണം. ശപിക്കപ്പെട്ട ആ രാത്രി കാണാൻ. അവിടെ നെഞ്ചു കയറി പുഴുവിനെ പോലെ നിലത്തെളിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടോ? നിങ്ങൾ കാല് തല്ലിയൊടിച്ച വിജയേട്ടൻ. തൊട്ടടുത്ത് ഞാൻ ഒരേട്ടനും കാണരുതേന്ന് പ്രാർത്ഥിച്ചു പോകുന്ന രൂപത്തിൽ. പിന്നെ നിങ്ങൾ മതയാനെ പോലെ എല്ലാം തച്ചുടച്ച് ജീവിതം ചവിട്ടി മെതിച്ച് ഞാനൊരു പെണ്ണാണെന്ന കാര്യം പോലും വിസ്മരിച്ച് കണ്ടോ ആ കാഴ്ച? കണ്ടില്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. എന്റെ ഏട്ടനെയൊക്കെ നിലവിളി തീർക്കാമായിരുന്നില്ല രണ്ടുപേരെ അന്ന് തന്നെ. എന്തിനാ ബാക്കി വെച്ചത്? അശ്വതി, ഞാൻ മിണ്ടരുത്. ഞാൻ പറയാതെ ഒരു അക്ഷരം പോലും ശബ്ദിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ വിശുദ്ധനായി ഇനി ആരെയും കൊല്ലില്ല എന്ന്, പെണ്ണിന്റെ മാനം കവർന്നെടുക്കില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ തീരുന്നതാണോ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും? എന്നെ പോലെ ഒരുപാട് പെണ്ണുങ്ങൾ കരയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അവരോടൊക്കെ പോയി പറയാൻ കഴിയോ മാപ്പ് തരണമെന്നും ഇനി തെറ്റ് ചെയ്യില്ലെന്നും? നീ പറയുന്നൊക്കെ ശരിയാണ് അശ്വതി. എല്ലാവരോടും മാപ്പ് പറയാൻ പറ്റില്ല. എന്നാലും എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണങ്ങാതെ കിടക്കുന്ന ഒരു മുറിവുണ്ട്. വിജയേട്ടന്റെ കാല് തല്ലി ഒടിച്ചതിനെ പറ്റി ഓർത്ത് ഞാൻ ദുഃഖിച്ചിട്ടില്ല. പക്ഷെ ജയിലിനകത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണുകളടച്ച് ഈശ്വരന്മാരെ മാറി മാറി വിളിച്ച് കരയുന്ന നിന്റെ മുഖം. പിന്നെ പിന്നെ ആ മുഖം എന്നെ പേടിപ്പിച്ചു തുടങ്ങി. നിന്നെ കാണുമ്പോൾ എന്ത് പറയുന്നുള്ള ചിന്തയായിരുന്നു പിന്നെ എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത്. ഒടുവിൽ നീ എനിക്ക് പുതിയൊരു മനുഷ്യനായി ജീവിക്കാനുള്ള പ്രചോദനവുമായി. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഭംഗിയായി അഭിനയിക്കാൻ അറിയാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി എന്റെ മുമ്പിൽ വരാൻ ധൈര്യപ്പെടില്ലായിരുന്നല്ലോ നിങ്ങൾ. എങ്കിൽ പിന്നെ വിജയേട്ടൻ തല്ലാൻ വന്നപ്പോ നീ എന്തിനാ പിടിച്ചു മാറ്റിയത്? എന്താ അപ്പൊ എനിക്ക് നിങ്ങളോട് കടുത്ത സ്നേഹം തോന്നിയെന്ന് കരുതിയോ നിങ്ങൾ? പരസ്പരം കാണുമ്പോ നീ എന്നെ കൊല്ലാനുള്ള കലിയോടെ പാഞ്ഞടുക്കുമെന്നും നടന്നതൊക്കെ നാട്ടുകാർ കേൾക്കെ വിളിച്ചു പറയുമെന്നും പിന്നെ തരം കിട്ടിയാ നീ എന്നെ വകവരുത്തുമെന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. നീ എന്ത് ചെയ്താലും അത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. വർഷങ്ങൾക്ക് മുൻപാണ് നിങ്ങളെ കണ്ടിരുന്നതെങ്കിൽ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുമായിരുന്നു. ഒരക്ഷരം ശബ്ദിക്കുന്നതിന് മുൻപേ പ്രതികരിക്കുമായിരുന്നു. ഇപ്പോഴും ഇപ്പൊ അതൊക്കെ കണ്ടു മറന്ന ഒരു പേടി സ്വപ്നം. വീട്ടിൽ വന്നത് നിന്നോട് മനസ്സ് തുറന്നൊരു കാര്യം ചോദിക്കാനാ. ഇത്രയും നേരം പറഞ്ഞതൊക്കെ മനസ്സ് തുറന്നല്ലേ? അതെ. എന്നാലും ആരും കേൾക്കാതെ നിന്നോട് മാത്രമായി പറയണമെന്ന് കരുതിയ ഒരു കാര്യം. നീ ചോദിച്ചല്ലോ നഷ്ടപ്പെട്ട മാനം തിരിച്ചു തരാൻ പറ്റുമെന്ന്. പറ്റില്ല. പക്ഷെ ആ തെറ്റ് തിരുത്താൻ എനിക്കൊരു അവസരം തരാമോ? നശിപ്പിച്ച ആള് തന്നെ ചോദിക്കുന്നത്. ഇനിയുള്ള യാത്രയിൽ എന്നോടൊപ്പം നിനക്കും വരാമോ? ഒരു കൂട്ടായിട്ട്.
കടയിൽ വന്നിരുന്നു. എന്തിനാ? ഭരതന്റെ കാര്യം പറയാനാ. അവനെ പറ്റി എന്താ ഇത്ര പറയാൻ? അശ്വതിയെ ഭരതന് കല്യാണം കഴിച്ചു കൊടുത്തൂടെ എന്ന്. അവനെ പറ്റി എല്ലാം അറിയാലോ ഭാനുമതിക്ക്. എന്നിട്ടും വിജയേട്ടന്റെ മുഖത്ത് നോക്കി അത് ചോദിക്കാൻ എങ്ങനെ ധൈര്യം വന്നു അവർക്ക്? മറ്റാരെങ്കിലുമാണ് അത് ചോദിച്ചതെങ്കിൽ കടയിൽ നിന്ന് ആട്ടി ഇറക്കിയനെ ഞാൻ. പക്ഷേ ഭാനുമതിയോട് അതുപോലൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. വിജയേട്ടന് പറയായിരുന്നില്ലേ അശ്വതി സമ്മതിക്കില്ലാന്ന്? പറഞ്ഞു. എന്നിട്ട് അശ്വതിയെ കണ്ടവർ ചോദിക്കും. അതിനു മുമ്പ് എന്റെ സമ്മതം അറിയണം. നമ്മൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? ആര് സമ്മതിച്ചാലും അശ്വതി സമ്മതിക്കില്ല ശാരദേ. ഭാനുമതി പറഞ്ഞാലും അശ്വതി ഭരതനെ സ്വീകരിക്കില്ല. എന്നാലും പറ്റില്ലാന്ന് എന്നെ തുറന്നു പറയണായിരുന്നു വിജയേട്ടാ. തുറന്നു പറഞ്ഞില്ലെങ്കിലും സമ്മതമല്ലെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭരതന്റെ മനസ്സ് മാറിയെന്നും ഇനി അവൻ ആരെയും കൊല്ലില്ലെന്നും ഇപ്പോഴും ആ സ്ത്രീ വിശ്വസിക്കുന്നു. നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ വിജയേട്ടാ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഭരതന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ തീരുമാനവും അത് തന്നെയാ ശാരദേ. ഭാനുമതിയോട് തുറന്നു പറഞ്ഞേക്കാൻ ഞാൻ. അങ്ങനെ ഒരു ആലോചനയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. പിറക്കാതെ പോയ മകനാണെന്നും പറഞ്ഞ് അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവര്. അതുപോലെ നമ്മളും അവനെ സ്നേഹിക്കണമെന്ന് പറയാൻ അവർക്ക് എന്താ അവകാശം? ഇനി വൈകിക്കണില്ല. മുളയിലെ നുള്ളിക്കളഞ്ഞേക്കാം ആ മോഹം. നാളെ തന്നെ പറഞ്ഞേക്കാൻ ഞാൻ. ഏട്ടനിന്ന് ഭാനുമതി അടുത്തെ കാണുന്നുണ്ടോ? എന്തിനാ? ഭരതൻ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് അവരേട്ടനോട് ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ മറുപടിയും കൊടുത്തു. നീ എന്താ വിചാരിച്ചേ? ആ വൃത്തികെട്ടവന് ചോദിച്ചത് ഭാനുമതിയായിപ്പോയി. അല്ലെങ്കിൽ ഭരതൻ അന്നിവിടെ വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ ഞാൻ അവനെ. നീ പേടിക്കണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഭരതനെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് ഭാനുമതി അടുത്തോട് പറഞ്ഞേക്കു ഏട്ടാ. നീ എന്താ പറഞ്ഞത്? ഭരതനെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണെന്നോ? അതെ. എന്താ അശ്വതി ഇത്? ഭരതൻ എങ്ങനെ നിന്നെ? ഏട്ടൻ എന്താ പറ്റിയത്? ഭരതൻ മനസ്സ് മാറിയല്ലേ ജയിലിൽ നിന്ന് തിരിച്ചു വന്നത്. അയാൾ ഇനി ആരെയും കൊല്ലില്ലെന്ന് ഏട്ടനോട് നേരിട്ട് പറഞ്ഞതല്ലേ? അത് നുണയാണ്. ആ ദുഷ്ടൻ ഒരിക്കലും നല്ലവനാവാൻ പറ്റില്ല. ഭാനുമതി അടുത്തി നുണ പറയോ ഏട്ടാ? അവർക്കറിയില്ല അശ്വതി, അവൻ ചതിക്കുകയാണെന്ന്. എന്തിനാ ചതിക്കുന്നത്? പഴയ ഭരതൻ തന്നെയാണെന്ന് എല്ലാവരോടും പറഞ്ഞൂടെ? അതൊക്കെ ആലോചിച്ച് നമ്മൾ എന്തിനാ വെറുതെ സമയം കളയണത്? ഈ കല്യാണം വേണ്ട, അത്ര തന്നെ. എന്നെ നശിപ്പിച്ച ആൾ തന്നെ എനിക്കൊരു ജീവിതം തരാന്ന് പറയുമ്പോ ഞാൻ എന്തിനാ ഏട്ടാ വേണ്ടാന്ന് പറയുന്നേ?